2012 മുതൽ ഇപ്പൊ 2024 12 വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പോഴും സിലബസിൽ ഒരു മാറ്റവും ഇല്ല. ഈ മാറ്റം ഇല്ല എന്നുള്ളതാണ് നമുക്ക് പ്രശ്നമായിട്ട് വരിക. കാരണം എന്താ വെച്ചാൽ ഈ ഒരു 2012 മുതൽ 2024 വരെ സിലബസിൽ ഒരു മാറ്റമില്ല. പക്ഷേ നമ്മുടെ വിദ്യാലയങ്ങളിലുള്ള ടെക്സ്റ്റ് ബുക്കുകളെല്ലാം മാറി. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, 1, 3, 5, 7, 9 ക്ലാസ്സുകളിലുള്ള ടെക്സ്റ്റ് ബുക്ക് ഈ ഒരു അധ്യയന വർഷം ജൂൺ മുതൽ മാറിയിട്ടുണ്ട്. അടുത്ത അധ്യയന വർഷം അടുത്ത ജൂൺ മുതൽ ബാക്കിയുള്ള ടെക്സ്റ്റ് ബുക്കുകളും മാറും. അതുപോലെ തന്നെ ഈ ടെക്സ്റ്റ് ബുക്കുകളിലുള്ള മാറ്റം മാത്രമല്ല, നമ്മുടെ 2012 കേരള കരിക്കുലവും ഇപ്പോഴത്തെ കരിക്കുലവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. നമുക്ക് തന്നെ അറിയാം, നിങ്ങളൊക്കെ അധ്യാപക വിദ്യാർത്ഥികളാണ്. മുൻപൊക്കെ ഒരു ടീച്ചർ ഓറിയന്റഡ് ആയിട്ടുള്ള ആ ഒരു മേഖലയിൽ നിന്ന് ഇപ്പോ ഒരു ലേണർ ഓറിയന്റഡ് ആയിട്ട് ഒരു ശിശു കേന്ദ്രീകൃത പാഠ്യപദ്ധതിയാണ് ഉള്ളത്. അഥവാ പാഠ്യപദ്ധതികളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കാറ്ററ്റ് സിലബസിൽ വന്നിട്ടില്ല. മുൻപൊക്കെ എങ്ങനെയായിരുന്നു? ഒരു ബിഹേവിയറിസ്റ്റ് രീതിയായിരുന്നു. എന്നാൽ ഇപ്പോൾ കൺസ്ട്രക്റ്റിവിസ്റ്റ് രീതിയാണ്. ഈ രീതികളൊക്കെ നമ്മളെ പാഠ്യപദ്ധതി അഡാപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും കാറ്ററ്റ് സിലബസിൽ ഇതുവരെ ആ ഒരു മാറ്റം വന്നിട്ടില്ല. അതുകൊണ്ട് ഇനി അടുത്ത കാറ്ററ്റ്, ഇനിയിപ്പോ ഈ വരുന്ന കാറ്ററ്റിന് പോലും സിലബസ് മാറോ ഇല്ലേ എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് നോട്ടിഫിക്കേഷൻ വരുമ്പോഴാണ് നമുക്ക് അത് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഏത് നിമിഷവും കാറ്ററ്റിന്റെ സിലബസ് മാറിയേക്കാം. സിലബസ് മാറുമ്പോൾ പഠിക്കാൻ പ്രയാസമാവേക്കാം. അത് മാത്രമല്ല, ഓൾഡ് സിലബസ് ആവുമ്പോൾ നമുക്ക് ഒരുപാട് മാതൃകാ ചോദ്യങ്ങൾ 2012 മുതൽ 2024 വരെ ഒരു 10ഓ 20ഓ കേട്ടിട്ട് അതിന് ഇടയിൽ നടന്നിട്ടുണ്ട്. അത്രയും ചോദ്യ പേപ്പറുകൾ നമുക്ക് ലഭ്യമാണ്. അത്രയും മോഡൽ ക്വസ്റ്റ്യൻസ് ലഭ്യമാണ്. ഇനി ഒരു സിലബസ് മാറുമ്പോൾ പുതിയ കണ്ടന്റും പുതിയ ടെക്സ്റ്റ് ബുക്കിലുള്ള കണ്ടന്റും എല്ലാം ഇന്റഗ്രേറ്റ് ചെയ്ത് വരുമ്പോൾ ഏത് രീതിയിലും പരീക്ഷയുടെ കാഠിന്യം മാറാൻ സാധ്യതയുണ്ട്. നിലവിലുള്ള സാഹചര്യത്തിൽ നമുക്ക് നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ റിസൾട്ടിലേക്ക് എത്താൻ പറ്റുന്ന, നമ്മുടെ 82 മാർക്ക് അല്ലെങ്കിൽ 90 മാർക്കിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിലുള്ള സിലബസ് ആണ് നിലവിലുള്ളത്. അതുകൊണ്ട് നിങ്ങൾ വൈകിക്കരുത്. ഞാൻ പ്രത്യേകം പറയുന്നു, ഒന്നാം സെമസ്റ്റർ അല്ലെങ്കിൽ ഒന്നാമത്തെ അറ്റംപ്റ്റ് ചെയ്യുന്ന ആളുകൾ ഈ ഒരു കാറ്ററ്റ് ഡിസംബർ മാസത്തിൽ കാറ്ററ്റ് വരുമ്പോൾ ആ ഒരു കാറ്ററ്റ് നിങ്ങൾ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് നിങ്ങൾ പണിയെടുത്ത് തുടങ്ങിക്കോ. ഇതിലുള്ള ഒന്നാമത്തെ അറ്റംപ്റ്റിലുള്ള ഭൂരിഭാഗം ആളുകൾ, ഒരു 80% ആളുകളും നിലവിൽ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കായിരിക്കും. ആണോ? യെസ് ഓർണോ? ഈ ഒന്നാമത്തെ അറ്റംപ്റ്റ് എന്ന് പറഞ്ഞ ആളുകള് നിലവിൽ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? യെസ് ഓർണോ? യെസ് യെസ്. ഒരു 90% ആളുകളും ടീച്ചിങ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ നിങ്ങളോട് എനിക്ക് പറയാനുള്ള അഡ്വൈസ് എന്ന് പറയുന്നത്, നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസ്, നിങ്ങൾ 85 ടീച്ചിങ് മാനുവലും UP-യിൽ 90 ടീച്ചിങ് മാനുവലും പെഡഗോജിയും ഇതൊക്കെ നിങ്ങൾ എഴുതാം, ഇതൊക്കെ നിങ്ങൾ എഴുതണം, ഇതൊക്കെ നിങ്ങളുടെ കോഴ്സിന്റെ ഭാഗമാണ്, അതൊരു റിയാലിറ്റിയാണ് എന്ന് കരുതി നിങ്ങൾ അതിന് മാത്രം സമയം കൊടുത്താൽ നിങ്ങളുടെ ടീച്ചിങ് പ്രാക്ടീസും നിങ്ങളുടെ ടീച്ചിങ് മാനുവലുകളെല്ലാം വേസ്റ്റ് ആവും എന്നാണ് എനിക്ക് പറയാനുള്ളൂ. കാരണം നിങ്ങൾ ഈ ഒരു DLED എന്ന് പറയുന്ന കോഴ്സ് പഠിച്ച് നിങ്ങൾ 45 ദിവസത്തെ ഇന്റേൺഷിപ്പ് പൂർത്തിയാക്കി 90 ടീച്ചിങ് മാനുവലുകൾ എഴുതി നിങ്ങൾ ഈ കോഴ്സ് പൂർത്തിയാക്കിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് കൊണ്ട് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾക്ക് കാറ്ററ്റ് കിട്ടണം. അപ്പൊ നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ടീച്ചിങ് പ്രാക്ടീസിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് എന്ത്? കാറ്ററ്റ് എന്ന് പറയുന്നത്. ടീച്ചിങ് പ്രാക്ടീസ് എന്തായാലും അത് അങ്ങനെ കഴിഞ്ഞു പോവും. അതിൽ നമുക്ക് ഒരുപാട് വർക്കുകൾ ഉണ്ടെങ്കിലും അത് ചെയ്ത ആളുകളും ചെയ്യാത്ത ആളുകളെല്ലാം അതിൽ നിന്ന് എന്ത് ചെയ്യും? അത് പാസ്സായിട്ട് പോകും എന്നുള്ളത് റിയാലിറ്റിയാണ്. പക്ഷെ കാറ്ററ്റ് എന്ന് പറയുന്നത് പഠിച്ച ആളുകൾക്ക് മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്ന പെഡഗോജിക് അനാലിസിസിന് നിങ്ങൾ കൊടുക്കുന്ന ടീച്ചിങ് മാനുവലുകൾക്ക് നിങ്ങൾ കൊടുക്കുന്ന ഇമ്പോർട്ടൻസിന്റെ ഒരു പകുതിയെങ്കിലും എന്ന് ഞാൻ പറയാണ്, അതിന്റെ പകുതിയെങ്കിലും ഇമ്പോർട്ടൻസ് നിങ്ങൾ ഈ ഒരു കാറ്ററ്റ് പരീക്ഷയ്ക്ക് നിങ്ങൾ കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എങ്കിലേ നിങ്ങളുടെ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് അർത്ഥപൂർണമാവുകയുള്ളൂ. അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, അല്ലാതെ ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് എന്തുണ്ടാവില്ല? ഉപകാരം ഉണ്ടാവില്ല എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു കാറ്ററ്റ് എന്തായാലും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക? പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് ട്രൈ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എന്ത് ചെയ്യുക? പരീക്ഷ എഴുതുക. എല്ലാവർക്കും നല്ല വിജയാശംസകൾ എന്ത് ചെയ്യുന്നു? ഞാൻ നേരുന്നു. ഇനി 3ഉം 4ഉം 5ഉം അറ്റംപ്റ്റ് ചെയ്ത ആളുകൾ നിങ്ങളൊന്ന് ചിന്തിക്കുക, എവിടെയായിരുന്നു എനിക്ക് പാളിച്ച പറ്റിയിട്ടുള്ളത്? എന്റെ പഠനത്തിൽ എവിടെയാണ് പാളിപ്പോയത്? ഞാൻ എങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല? ഈ ഒരു 4ഉം 5ഉം അറ്റംപ്റ്റ് ചെയ്ത ആളുകളെ ഞാൻ കുറ്റപ്പെടുത്തല്ല. ആ ആളുകള്, ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം ശരിക്കും അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസുകൾക്കും TLMകൾക്കും പെഡഗോജിക്കും ഒക്കെ പ്രാധാന്യം കൊടുത്തു, കാറ്ററ്റിന് അന്ന് പ്രാധാന്യം കൊടുത്തിട്ടില്ല എന്നുള്ളതൊരു റിയാലിറ്റിയാണ്. അതാണ് സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെ സംഭവിച്ചപ്പോൾ അവസാനം കോഴ്സ് കഴിഞ്ഞു,
കോഴ്സുമായിട്ടുള്ള ആ ഒരു ബന്ധം നമുക്ക് വിട്ടു. ആ ഒരു ബന്ധം വിട്ടപ്പോൾ നമ്മൾ പഠിച്ച സൈക്കോളജിയും പെഡഗോജികളൊക്കെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ മറന്നുപോയി. അതോടൊപ്പം കേട്ടറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഓരോ വർഷം കഴിയുന്തോറും അറ്റംപ്റ്റുകളുടെ എണ്ണം കൂടുന്തോറും നമ്മൾ പഠിക്കേണ്ടതിന്റെ തീവ്രത നമ്മൾ കൂട്ടിക്കൊടുക്കേണ്ട അവസ്ഥയായി. എന്നാൽ ഞാൻ പറഞ്ഞ പോലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഏറ്റവും നല്ല സുവർണാവസരമാണ് നിലവിലുള്ളത്. സിലബസ് എല്ലാം മാറുന്നതിന് മുൻപ് നിങ്ങൾ കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കണം എന്നുള്ളത് ഞാൻ തുടക്കത്തിൽ ഒരു ക്ലാസ് തുടങ്ങുമ്പോൾ ഒരു അഡ്വൈസ് എന്നുള്ള രീതിയിൽ ഞാൻ നൽകുകയാണ്. നമ്മുടെ ഒരു എക്സ്പീരിയൻസിന്റെ പുറത്താണ് ഞാൻ ഈ ഒരു അഡ്വൈസ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. ഓക്കെ, അപ്പൊ ഇനി ഏതായാലും നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് പോവാം. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഓറിയന്റേഷൻ, നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ നിങ്ങൾക്ക് ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഈ ഒരു ഓറിയന്റേഷൻ ഒക്കെ നൽകുന്നത്. അപ്പൊ ഏതായാലും നമ്മൾ EVS എന്ന് പറയുന്നതിൽ 30 മാർക്കിന് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പൊ കഴിഞ്ഞ കാറ്ററ്റ് പരീക്ഷ നോക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ലാസ്റ്റ് കാറ്ററ്റ് പരീക്ഷ എഴുതിയ ആളുകളുണ്ടോ? ഒന്ന് പറയൂ. ജൂൺ മാസത്തിൽ നടന്ന കാറ്ററ്റ് പരീക്ഷ എഴുതിയ ആളുകളുണ്ടോ? യെസ് ഓർ നോ? യെസ്, ഉണ്ട് 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 യെസ്. ഓക്കെ, ഈ എഴുതിയ ആളുകൾക്ക് അറിയാം നിങ്ങൾ ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് പ്രയാസപ്പെട്ടത് ഏതായിരുന്നു? EVS ആയിരിക്കും. ഏറ്റവും കൂടുതൽ കഴിഞ്ഞ പരീക്ഷ എഴുതിയ ആളുകള് ഏറ്റവും പ്രയാസപ്പെട്ടത് സബ്ജക്ട് എന്ന് പറയുന്നത് EVS ആണ്. മാത്സ് പ്രയാസമുള്ള ആളുകളുണ്ട്, സൈക്കോളജി പ്രയാസമുള്ള ആളുകളുണ്ട്. പക്ഷേ പ്രയാസപ്പെട്ടത്, അതായത് പഠിക്കുമ്പോൾ എളുപ്പമുള്ളത് EVS ആയിരുന്നെങ്കിലും പരീക്ഷയ്ക്ക് പ്രയാസം തോന്നിയത് EVS ആയിരുന്നു എന്നുള്ളത് റിയാലിറ്റിയാണ്. അത് ഒട്ടുമിക്ക കാര്യങ്ങളും ചോദ്യകർത്താവിനെയും നമ്മൾ എന്ത് ചെയ്യണം, അവിടെ നമ്മൾ പൈചാരേണ്ടിയിരിക്കുന്നു എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. എന്നിരുന്നാലും EVS എന്ന് പറയുന്നത് വർഷം തോറും സിലബസിൽ നിന്ന് കുറച്ചുകൂടെ ഡിഫിക്കൽട്ടി ആയിട്ട് വരുന്നു. സിലബസിൽ മാറ്റമില്ലെങ്കിലും ചോദ്യ മാതൃകകളിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് EVS എന്ന് പറയുന്നത് നമ്മൾ കുറച്ചുകൂടെ ആധികാരികമായിട്ട് തന്നെ എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കണം. എന്നാലാണ് നമുക്ക് നല്ലൊരു മാർക്ക് EVSൽ നിന്ന് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അത് കഴിഞ്ഞ ഒരു കാറ്ററ്റ് പരീക്ഷയുടെ ചോദ്യ പേപ്പർ നോക്കിയാൽ ഈ ലൈവിലുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് പറ്റും. മാത്സ് ഒന്നും ഡിഫിക്കൽട്ട് എന്ന് പറയാൻ പറ്റില്ല. മാത്സ് ഡിഫിക്കൽട്ട് അല്ല. കാരണം മാത്സ് എന്ന് പറയുന്നത് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ സാധാരണ ഓരോ വർഷങ്ങളിലും എന്താണോ ചോദിക്കുന്നത് അതേ മാതൃകയിൽ നിന്ന് തന്നെയാണ് ചോദിച്ചിട്ടുള്ളൂ. 2012 മുതൽ 2024 ജൂൺ മാസത്തിൽ നടന്ന കേട്ടറ്റ് പരീക്ഷ വരെ മാത്സ് പരീക്ഷയുടെ ചോദ്യങ്ങളിൽ ഡിഫിക്കൽട്ട് എന്ന് പറയാനുള്ള ഡിഫിക്കൽട്ട് ഒന്നും വന്നിട്ടില്ല. കാരണം ക്വസ്റ്റ്യൻ പാറ്റേണുകളെല്ലാം സെയിം ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് ഡിഫിക്കൽട്ട് എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഡിഫിക്കൽട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മൾ മാത്സ് പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. മാത്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ചോദ്യപേപ്പർ അറിഞ്ഞ് മാത്സ് പഠിച്ചാൽ മാത്സ് ഈ ഒരു കഴിഞ്ഞ കേട്ടറ്റിൽ മാത്സ് ഒരു ആവറേജ് മാത്സ് ആയിരുന്നു. പക്ഷെ EVS എന്ന് പറയുന്നത് ശരിക്കും പ്രയാസമുള്ള സബ്ജക്റ്റ് ആയിരുന്നു എന്നുള്ളത് റിയാലിറ്റിയാണ്. അതുകൊണ്ട് EVS നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കണം. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്, നിങ്ങളുടെ EVS എന്ന് പറയുന്ന ടോപ്പിക്കിൽ അഗ്രികൾച്ചർ എന്ന് പറയുന്ന ഒരു ടോപ്പിക് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. കൃഷി എന്ന് പറയുന്ന ഒരു ടോപ്പിക്, ആ ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണ്ട പോയിന്റുകളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യുക. അറിയുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ അറിയുന്നതാണെന്ന് കരുതി വിടണ്ട. എന്നാലും നിങ്ങൾ എന്ത് ചെയ്തോളൂ, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, റെഡിയാണോ? ക്ലാസ് മുന്നോട്ട് പോവാം. യെസ്, ഓക്കെ, എങ്കിൽ നമുക്ക് ക്ലാസ് മുന്നോട്ട് പോവാം. കൃഷി എന്ന് പറയുന്ന ടോപ്പിക്, അഗ്രികൾച്ചർ. അപ്പൊ ജസ്റ്റ് ഒന്ന് ബേസിക്കലി എന്താണ് കൃഷി എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല. പോയിന്റ് വരുന്നത് അടുത്ത സ്ലൈഡ് മുതലാണ്. ജസ്റ്റ് ഒന്ന് പറയാം. ആധുനിക കൃഷി സങ്കേതങ്ങൾ ഉപയോഗിച്ച് സസ്യങ്ങൾ വളർത്തിയും വളർത്തുമൃഗങ്ങളെ പരിപാലിച്ചും ഭക്ഷ്യേതര വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് കൃഷി. കൃഷിയുടെ ഒരു ഡെഫിനേഷൻ കൊടുത്തതാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, അത് പഠിക്കൊന്നും വേണ്ട. ആധുനിക കൃഷി സങ്കേതങ്ങൾ ഉപയോഗിച്ച് സസ്യങ്ങൾ വളർത്തിയും വളർത്തുമൃഗങ്ങളെ പരിപാലിച്ചും ഭക്ഷ്യേതര വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് കൃഷി എന്ന് പറയുന്നത്. ഈ കൃഷി എന്നാണ് ആരംഭിച്ചത്? ഇന്നും ഇന്നലെയും ആരംഭിച്ചതല്ല. 12,000 വർഷം, ഏകദേശം 12,000 വർഷങ്ങൾക്ക് മുൻപാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാർഷിക വൃത്തി ആരംഭിച്ചിട്ടുള്ളത്. ഇങ്ങനെ മനുഷ്യൻ എന്ത് ചെയ്തു, വിവിധ കൃഷിരൂപങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഗോതമ്പ്, ബാർലി എന്നിവ മനുഷ്യൻ ആദ്യമായി കൃഷി ചെയ്ത സസ്യങ്ങളാണ്.
മനുഷ്യർ ആദ്യമായിട്ട് കൃഷി ചെയ്ത സസ്യങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ഗോതമ്പും ബാർലിയുമാണ്. അതുപോലെ തന്നെ മനുഷ്യൻ ആദ്യം ഇണക്കി വളർത്തിയ മൃഗങ്ങളിൽ ഒന്നാണ് ആടെന്ന് പറയുന്നത്. ആദ്യം ഇണക്കി വളർത്തിയത് ആടല്ല, ആദ്യം ഇണക്കി വളർത്തിയ മൃഗങ്ങളിൽ ഒന്നാണ് ആട് എന്ന് പറയുന്നത്. ഇതൊക്കെ SCERTയുടെ ഭാഗമായിട്ട് എടുത്ത പോയിന്റുകളാട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. SCERTയിലുള്ളതായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു പ്രാധാന്യം കൊടുക്കണം. നമ്മൾ EVS എന്ന് പറയുന്നത് ബാക്കി 4 സബ്ജക്റ്റ് പോലെയല്ല. കേട്ടൽ പരീക്ഷയ്ക്ക് EVS എന്ന് പറയുന്നത് നമ്മൾ SCERT നമ്മൾ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. ആ ഭാഗത്ത് നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വരിക. നമ്മളെ സിലബസും SCERTയും നമ്മൾ താരതമ്യപ്പെടുത്തി സിലബസിലുള്ള കാര്യങ്ങൾ SCERTയിൽ എവിടെ വരുന്നു എന്നുള്ളത് നമ്മൾ പെറുക്കിയെടുത്ത് വേണം പഠിക്കാൻ. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് EVSൽ മാക്സിമം സ്കോർ കിട്ടുള്ളൂ. ഓക്കെ, ഇനി ഭാരതത്തിന്റെ ജനസംഖ്യയുടെ 2/3 ഭാഗവും കാർഷിക വൃത്തിയെ ആശ്രയിച്ചാണ് കഴിയുന്നത്. നമ്മുടെ ഇന്ത്യയുടെ പോപ്പുലേഷനിൽ 2/3 ഭാഗവും എന്താണ്, കൃഷി ചെയ്തുകൊണ്ടാണ് അവര് ജീവിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ പ്രധാന ഭക്ഷ്യനാണ്യങ്ങളിൽ ഒന്നാണ് നെല്ലരി എന്ന് പറയുന്നത്. നെല്ലാണ് ഇന്ത്യയിലെ പ്രധാന ഭക്ഷ്യനാണ്യം എന്ന് പറയുന്നത്. ഈ ഒരു സ്ലൈഡ് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ഓറിയന്റേഷൻ എന്നുള്ള രീതിയിൽ ഇട്ടതാണ്. ഇത് നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ട. അടുത്ത സ്ലൈഡ് മുതൽ എന്ത് ചെയ്യണം, നമ്മൾ ഓരോന്ന് പഠിക്കണം. ഓരോ കേട്ടറ്റ് പരീക്ഷയുടെ ചോദ്യങ്ങളാണ്. ഓരോ പരീക്ഷയുടെ ചോദ്യങ്ങളാണ് എന്നുള്ളത് ഞാൻ എടുത്തു പറയാണ്. ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ സ്ലൈഡ് മുതൽ നിങ്ങൾ പഠിക്കണം. ഓക്കെ, ഇനി ഇന്ത്യയിലുള്ള ഋതുഭേദങ്ങളെ അടിസ്ഥാനമാക്കി 3 തരത്തിലാണ് വിളവെടുപ്പ് കാലങ്ങൾ ഉള്ളത്. ഇന്ത്യയിലെ കൃഷിയിൽ വിളവെടുപ്പ് കാലങ്ങൾ 3 എണ്ണമായിട്ടുള്ളത്. ഇന്ത്യയിലുള്ള കാലാവസ്ഥയുടെ അടിസ്ഥാനത്തിൽ, ഇന്ത്യയിലുള്ള ഋതുഭേദങ്ങളുടെ അടിസ്ഥാനത്തിൽ 3 തരം വിളവെടുപ്പ് കാലങ്ങളാണുള്ളത്. ഏതൊക്കെയാണ് വിളവെടുപ്പ് കാലങ്ങൾ? നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഇന്ത്യയിലുള്ള 3 വിളവെടുപ്പ് കാലങ്ങൾ ഏതൊക്കെയാ, ഒന്ന് പറയൂ. ഇന്ത്യയിലുള്ള 3 വിളവെടുപ്പ് കാലങ്ങൾ. യെസ്, ഫസ്റ്റ് ഖാരിഫ് വിളകളാണ്. ഖാരിഫ്, റാബി, സെയ്ദ്. ഖാരിഫ്, റാബി, സെയ്ദ് ഇത് 3ഉമാണ് ഇന്ത്യയിലുള്ള 3 വിളവെടുപ്പ് കാലങ്ങൾ. ഖാരിഫ്, റാബി, സെയ്ദ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇന്ത്യയിലുള്ള 3 വിളവെടുപ്പ് കാലങ്ങളാണ് ഖാരിഫ്, റാബി, സെയ്ദ്. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്, ഖാരിഫ്, റാബി, സെയ്ദ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ എന്ത് ചെയ്യണം, ഓരോന്നും നമ്മൾ പഠിക്കണം. ഖാരിഫ് എന്താണ്, ഏത് കാലത്താണ് വിളവെടുക്കുക, എപ്പോഴാണ് വിളവിറക്കുക, അതുപോലെ തന്നെ എപ്പോഴാണ് എന്തൊക്കെ വിളകളാണ് ഖാരിഫ് വിളകൾ എന്നുള്ളതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം. വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, ഖാരിഫ്, റാബി, സെയ്ദ്. ആദ്യം പറയുന്നത് ഖാരിഫ് വിളകളെ കുറിച്ചാണ്. ഖാരിഫ് വിളകൾ ഏതൊക്കെയാണ്? ഖാരിഫ് വിളകൾ നോക്കാം. ഖാരിഫ് വിളകള് ആദ്യം വിളവിറക്കുന്ന കാലം നമുക്ക് നോക്കാം. ജൂൺ ജൂലൈ മാസത്തിലാണ് എന്ത് ചെയ്യുന്നത്, കൃഷി ചെയ്യുന്നത്. ജൂൺ ജൂലൈ മാസത്തില് കൃഷി ചെയ്യും, അഥവാ വിളവിറക്കും. വിളവെടുപ്പല്ല, കൃഷി ചെയ്യുന്നത് അഥവാ വിത്ത് പാകി കൃഷി തുടങ്ങുന്നത് ജൂൺ ജൂലൈ മാസത്തിലാണ്. ജൂൺ ജൂലൈ മാസത്തില് തുടങ്ങുന്നു. എന്നിട്ട് സെപ്റ്റംബർ ഒക്ടോബർ കാലഘട്ടത്തിൽ എന്ത് ചെയ്യും, ഇത് വിളവെടുക്കും. ഇതാണ് ഖാരിഫ് വിളകൾ എന്ന് പറയുന്നത്. ഞാൻ എന്ത് ചെയ്യും, ഖാരിഫ്, റാബി, സെയ്ദ് 3ഉം കഴിഞ്ഞിട്ട് നല്ലൊരു കണക്ഷൻ എന്ത് ചെയ്യും, ഞാൻ നിങ്ങൾക്ക് നൽകും. അതുകൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതുകൂടെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ എന്ത് ചെയ്യും, സിമ്പിൾ ആയിട്ട് കാര്യം കത്തും. ആ രീതിയിൽ എന്ത് ചെയ്യാ, ഞാൻ ചെയ്തുതരാം. അപ്പൊ നിങ്ങൾ ആദ്യം നോട്ട് ചെയ്തോ, ഖാരിഫ് വിളകള് ജൂൺ ജൂലൈ മാസത്തില്, ജൂൺ മാസത്തില് കൃഷി ഇറക്കുന്നു. സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ എന്ത് ചെയ്യും, വിളവെടുക്കുന്നു. അഥവാ ഈ ഒരു കാലം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നല്ല മഴ ലഭിക്കുന്ന കാലമാണ്. നല്ല മൺസൂൺ സീസൺ ആണ് എന്ത്, ഖാരിഫ് വിളകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഖാരിഫ് വിളകൾ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഖാരിഫ് വിളകൾ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വെള്ളം ആവശ്യമുള്ള, ജലം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള വിളകളായിരിക്കും. എന്ത്, ഏറ്റവും കൂടുതൽ ജലം ആവശ്യമുള്ള വിളകളാണ് ഈ ഒരു ഖാരിഫ് വിളകൾ എന്ന് പറയുന്നത്. ഏതൊക്കെയായിരിക്കും? നെല്ല്, ചോളം, ജോവർ, ബജ്റ, പരുത്തി, നിലക്കടല, ചണം എന്നിവ ഖാരിഫ് വിളകൾക്ക് ഉദാഹരണമാണ്. നമുക്കറിയാലോ, നെൽകൃഷി എവിടെ ഉണ്ടായിരിക്കുക? പാടത്തായിരിക്കും എന്തുണ്ടാവുക, നെൽകൃഷി ഉണ്ടായിരിക്കുക. നെൽകൃഷിക്ക് എന്ത് വേണം? നല്ല ജലം വേണം. പാടത്ത് എന്തുണ്ടാവും? വെള്ളം ഉണ്ടാവും. അപ്പൊ അങ്ങനെ തന്നെ നിങ്ങൾക്ക് ഒരു കണക്ഷൻ കിട്ടിയില്ലേ? അപ്പോ ഖാരിഫ് വിളകൾ എന്ന് പറഞ്ഞാൽ ജൂൺ ജൂലൈ മാസത്തിൽ എന്ത് ചെയ്യും, കൃഷി തുടങ്ങും. എന്നിട്ട് സെപ്റ്റംബർ ഒക്ടോബറിൽ വിളവെടുക്കും. ഈ വിളകളാണ് ഖാരിഫ് വിളകൾ. ഖാരിഫ് വിളകൾക്ക് ഉദാഹരണമാണ് നെല്ല്, ചോളം, ജോവർ,
ബജ്ര, പരുത്തി, നിലക്കടല, ചണം എന്ന് പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? എക്സാമ്പിളുകൾ നിങ്ങൾ നോട്ട് ചെയ്യണം. എക്സാമ്പിളുകൾ എന്ത് ചെയ്യും? എപ്പോഴും എടുത്ത് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആ ഒരു പ്രാധാന്യം നിങ്ങൾ കൊടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇതാണ് ഖാരിഫ് വിളകളിൽ പറയാനുള്ളത്. നോട്ട് ചെയ്തോ? എല്ലാവരും നോട്ട് ചെയ്തോ? ഓക്കെ, ചെയ്തു. എങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്തതാണ് റാബി വിളകൾ എന്ന് പറയുന്നത്. റാബി വിളകൾ ഏതൊക്കെയാണ്? റാബി വിളകൾ എന്ന് പറഞ്ഞാൽ മഞ്ഞുകാലത്തെ ആശ്രയിച്ചിട്ടുള്ള കൃഷിയാണ്. നമ്മൾ പറഞ്ഞ ഖാരിഫ് വിളകൾ എന്ന് പറയുന്നത് മഴക്കാലത്തെ ആശ്രയിച്ചായിരുന്നു. എങ്കിൽ റാബി വിളകൾ എന്ന് പറയുന്നത് മഞ്ഞുകാലത്തെ ആശ്രയിച്ചുള്ള കൃഷിയാണ്. റാബി വിളകൾ എന്ന് പറയുന്നത് മഞ്ഞുകാലം എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? നമുക്കറിയാലോ, നമ്മുടെ നാട്ടിൽ എപ്പോഴാണ് മഞ്ഞുണ്ടാവുക? ഒക്ടോബർ, നവംബർ, ഡിസംബർ, ഏകദേശം ആ കാലഘട്ടത്തിലാണ് എന്ത് ചെയ്യുക? മഞ്ഞ് തുടങ്ങുന്നത്. ഒരു നവംബർ, ഡിസംബർ. അപ്പൊ ഒക്ടോബർ, ഡിസംബർ കാലഘട്ടത്തിൽ എന്ത് ചെയ്യും? കൃഷി ഇറക്കുന്നു. ഒക്ടോബർ, ഡിസംബർ കാലഘട്ടത്തിൽ കൃഷി ഇറക്കുന്നു. എന്നിട്ട് എപ്പോഴാ വിളവെടുക്കുക? ആ ഒരു മഞ്ഞുകാലത്തിന്റെ അവസാനം എന്ന് പറയുമ്പോൾ ഏപ്രിൽ, മെയ് മാസത്തിൽ വിളവെടുക്കുന്നു. ഈ ഒരു കാലഘട്ടമാണ് റാബി വിളകൾ എന്ന് പറയുന്നത്. ഒക്ടോബർ, ഡിസംബർ മാസത്തിൽ കൃഷി ഇറക്കി ഏപ്രിൽ, മെയ് മാസത്തിൽ വിളവെടുക്കുന്ന വിളകൾക്കാണ് എന്ത് പറയുന്നത്? അതിനെയാണ് നമ്മൾ റാബി വിളകൾ എന്ന് പറയുന്നത്. ഓക്കെ, മഞ്ഞുകാല കൃഷിയാണ് റാബി എന്ന് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? റാബി വിളകളുടെ എക്സാമ്പിളുകൾ നമുക്ക് നോക്കാം. ഏതൊക്കെയാണ് റാബി വിളകളുടെ എക്സാമ്പിളുകളായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്? റാബി വിളകളുടെ എക്സാമ്പിളുകൾ സ്വാഭാവികമായിട്ടും മഴക്കാലത്തേക്കാൾ മഴ കുറവായിരിക്കും, എന്നാൽ വേനൽക്കാലമായിട്ടില്ല. ഒരു മീഡിയം വെള്ളം ആവശ്യമുള്ള കൃഷികൾ ഏതൊക്കെയാ? ഗോതമ്പ്, ബാർലി, കടുക്, പയറുവർഗ്ഗങ്ങൾ. ഗോതമ്പ്, ബാർലി, കടുക്, പയറുവർഗ്ഗങ്ങൾ. ഇതൊക്കെയാണ് എന്ത്? റാബി വിളകൾ എന്ന് പറയുന്നത്. ഗോതമ്പ്, ബാർലി, കടുക്, പയറുവർഗ്ഗങ്ങൾ എന്നിവയാണ് റാബി വിളകൾ. റാബി വിളകൾ എന്ന് പറഞ്ഞാൽ മഞ്ഞുകാല കൃഷിയാണ്. മഞ്ഞുകാലത്തെ ആശ്രയിച്ചുള്ള കൃഷിയാണ് റാബി. ഒക്ടോബർ, ഡിസംബർ മാസത്തിൽ കൃഷി ഇറക്കുന്നു. ഏപ്രിൽ, മെയ് മാസത്തിൽ എന്ത് ചെയ്യും? വിളവെടുക്കുന്നു. ഈ കൃഷിയാണ് റാബി വിളകൾ എന്ന് പറയുന്നത്. ഗോതമ്പ്, ബാർലി, കടുക്, പയറുവർഗ്ഗങ്ങൾ എന്നിവ ഏതിൽ ഉൾപ്പെടുന്നു? നമ്മുടെ റാബി വിളകളിൽ ഉൾപ്പെടുന്നു. കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്തത് ഏതാണ്? അടുത്തതാണ് സെയ്ദ് വിളകൾ. നമ്മൾ പറഞ്ഞു 3 കാലഘട്ടമാണ്. ഋതുഭേദങ്ങളെ അടിസ്ഥാനമാക്കി 3 കാലഘട്ടം: ഖാരിഫ്, റാബി, സെയ്ദ്. ഖാരിഫും റാബിയും നമ്മൾ പറഞ്ഞു. അടുത്തതാണ് സെയ്ദ് വിളകൾ. സെയ്ദ് വിളകൾ നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്തോ. സെയ്ദ് വിളകൾ എന്ന് പറയുന്നു. എന്താണ് സെയ്ദ് വിളകൾ? സെയ്ദ് വിളകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ ഖാരിഫ് വർഷകാല വിളയായിരുന്നു, റാബി മഞ്ഞുകാല വിളയായിരുന്നു. സെയ്ദ് എന്ന് പറയുന്നത് വേനൽക്കാല വിളയാണ്. അങ്ങനെ തന്നെ നിങ്ങൾ നോട്ട് ചെയ്തോ. ഇതൊക്കെ എന്താണ്? കേട്ടറ്റ് പരീക്ഷയുടെ ചോദ്യങ്ങളാണ് കേട്ടോ. ഞാൻ ഈ അണ്ടർലൈൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, അതുപോലെ ഞാൻ സർക്കിൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അപ്പോ ചുവടെ തന്നിരിക്കുന്നതിൽ വേനൽക്കാല വിള ഏതാണെന്ന് ചോദിക്കും. എന്നിട്ട് ഖാരിഫ്, റാബി, സെയ്ദ് ഉണ്ടാവും. വേനൽക്കാല വിള. മഞ്ഞുകാല വിള ഏതാണെന്ന് ചോദിക്കും. ഖാരിഫ്, റാബി, സെയ്ദ് ഓപ്ഷനിൽ ഉണ്ടായിരിക്കും. അതുപോലെ വർഷകാല വിള ഏതാണെന്ന് ചോദിക്കും. ഖാരിഫ്, റാബി, സെയ്ദ് ഓപ്ഷനിൽ ഉണ്ടായിരിക്കും. ഉദാഹരണങ്ങൾ എന്ത് ചെയ്യും? നൽകും. എന്നിട്ട് ഇത് ഏത് വിളയാണെന്ന് ചോദിക്കും. അതുപോലെ കൂട്ടത്തിൽ പെടുന്നത്, പെടാത്തത്, ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യും? ചോദ്യങ്ങൾ വരും. അതുകൊണ്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് തന്നെ നിങ്ങൾ പഠിക്കണം. ഓക്കെ, അപ്പോ സെയ്ദ് വിളകൾ എന്നുള്ളത് ഒരു വേനൽക്കാല വിളയാണ്. ഓക്കെ, ഇനി ഏത് മാസത്തിലാ സെയ്ദ് വിളകൾ ഇറക്കുന്നത്? മാർച്ച്, ജൂൺ മാസങ്ങളിൽ എന്ത് ചെയ്യും? സാധാരണ കൃഷി ഇറക്കും. മാർച്ച്, ജൂൺ അഥവാ വേനൽക്കാലം നമുക്കറിയാലോ. മാർച്ചിൽ എന്ത് ചെയ്യും? വേനൽക്കാലം തുടങ്ങും. മാർച്ചിൽ സമ്മർ വെക്കേഷൻ ആണ്, സ്കൂൾ പൂട്ടും. എന്തുകൊണ്ടാ? വേനലായതുകൊണ്ട്. അതുകൊണ്ട് മാർച്ച് മാസം ഇറക്കുന്ന വിളകളാണ് എന്ത്? മാർച്ച് മാസം കൃഷി ചെയ്യുന്ന വിളകളാണ് സെയ്ദ് വിളകൾ എന്ന് പറയുന്നത്. മാർച്ച് മാസത്തിൽ കൃഷി ഇറക്കുന്നു, വേനൽക്കാലത്ത് കൃഷി ചെയ്യുന്ന വിളകളാണ് ഏത്? സെയ്ദ് വിളകൾ. ഉദാഹരണങ്ങൾ വളരെ സിമ്പിൾ ആണ്. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ സാധാരണ കാണുന്നത് തന്നെയാണ് എന്ത്? ഉദാഹരണങ്ങള്. പച്ചക്കറികൾ സാധാരണയായിട്ട് വേനൽക്കാലത്താണ് നന്നായിട്ട് ഉണ്ടാവുക. വേനൽക്കാലത്ത് നന്നായിട്ട് നമ്മൾ നനച്ചു കൊടുക്കുകയാണെങ്കിൽ പച്ചക്കറികൾ വളരെ നല്ല ഉചിതമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ്.
ആണല്ലോ. അതുകൊണ്ട് പച്ചക്കറികള്, അതുപോലെ പഴങ്ങള്, നമ്മളെ ഫ്രൂട്ട്സ് ഒക്കെ എപ്പോഴാ നന്നായിട്ട് കഴിക്കുക? നമ്മൾ നല്ല വേനൽക്കാലത്താണ് നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ നന്നായിട്ട് കഴിക്കാറുള്ളത്. കാരണം എന്താ? ഫ്രൂട്ട്സിന്റെ അവൈലബിലിറ്റി എന്നുള്ളതും ആ കാലഘട്ടത്തിലാണ് ഉണ്ടാവാറുള്ളത്. അതുപോലെ തണ്ണിമത്തന് നമുക്കറിയാലോ, തണ്ണിമത്തൻ ജ്യൂസ് ഒക്കെ നമ്മൾ എപ്പോഴും കുടിക്കുക എപ്പോഴാ? വേനൽക്കാലത്താണ്. ആ ഒരു ചുട്ടുപൊള്ളുന്ന വെയിലത്ത് നമ്മൾ എന്ത് ചെയ്യും? ഒരു ചെറിയ ദാഹന ശമനിയായിട്ട് നമ്മൾ തണ്ണിമത്തൻ ജ്യൂസ് അടിച്ചു കൊടുക്കാറുണ്ട് അല്ലെ? അപ്പൊ ഇതൊക്കെ എന്താണ്? വേനൽക്കാല വിളകളാണ്. അതിന് എന്ത് പറയും? സെയ്ദ് എന്ന് പറയും. അപ്പൊ നമ്മള് 3 തരം കൃഷി രീതികൾ നമ്മൾ പറഞ്ഞു. ഖാരിഫ്, റാബി, സെയ്ദ്. ഖാരിഫ്, റാബി, സെയ്ദ് എന്ന് പറയുന്നത് ഇതിന്റെ കാലഘട്ടവും പ്രധാനപ്പെട്ടതാണ്. ഇനി നിങ്ങൾക്ക് ഇവിടെ പഠിക്കാൻ പ്രയാസമായിട്ടുണ്ടാവുക ഖാരിഫിന്റെ കാലഘട്ടം ഏതാണ്, റാബിയുടെ കാലഘട്ടം ഏതാണ്, അതുപോലെ തന്നെ സെയ്ദിന്റെ കാലഘട്ടം ഏതാണ് എന്നുള്ളതൊക്കെ ഈ കാര്യം നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചൊക്കെ പ്രയാസമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, തോന്നാന് സാധ്യത ഉള്ളത് ആണല്ലോ. അതുകൊണ്ട് അത് കണക്ട് ചെയ്യാൻ ഞാനൊരു കോഡ് പറഞ്ഞുതരാം. നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു കോഡ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. സാധാരണ കൃഷി ചെയ്യാറുള്ളത് ആരാ? മൃഗങ്ങളാണോ ജനങ്ങളാണോ? നിങ്ങൾ പറ. ജനങ്ങളാണോ മൃഗങ്ങളാണോ കൃഷി ചെയ്യുക? ജനങ്ങളല്ലേ കൃഷി ചെയ്യുന്നത്? ജനങ്ങളാണ് കൃഷി ചെയ്യുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ജനം എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ജനം എങ്ങനെ ഓർക്കും? ജനം, JNM എന്ന് ഓർക്കുക. JNM. ഇത് ജനം എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, കൂട്ടി വായിച്ചാൽ മതി. ജനങ്ങൾ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, കൂട്ടി വായിക്കുക. ജനങ്ങളാണല്ലോ കൃഷി ചെയ്യുക. ഇനി എന്നുള്ളത് എന്താ? ജൂൺ നിങ്ങൾ കൊടുക്കുക. ജൂണിൽ കൃഷി ഇറക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യും? ഈ ഒരു നവംബറിൽ അവസാനിക്കും. അതാണ് എന്ത്? ഖാരിഫ് എന്ന് പറയുന്നത്. നിങ്ങൾ ഓർക്കുക, ജൂണിൽ കൃഷി ചെയ്താൽ അടുത്ത എന്നിലായിരിക്കും എന്ത് ചെയ്യുക, അവസാനം. കൃഷി ചെയ്താൽ അത് അവസാനിക്കുക എവിടെയായിരിക്കും? എമ്മിലായിരിക്കും. അഥവാ ജൂണിൽ കൃഷി ചെയ്യുന്നത് എന്നിൽ വിളവെടുക്കും. ഓക്കെ. അതുപോലെ തന്നെ എന്നിൽ കൃഷി ചെയ്യുന്നത് എമ്മിൽ വിളവെടുക്കും. എമ്മിൽ കൃഷി ചെയ്യുന്നത് ജൂണിലും വിളവെടുക്കും. ആ ഒരു കണക്ഷൻ നിങ്ങൾക്ക് കിട്ടിയാൽ തന്നെ എന്ത് ചെയ്യും, എല്ലാം കിട്ടും. ഇനി ആ കണക്ഷൻ പറഞ്ഞുതരാം. എന്നുള്ളത് ജൂണിൽ കൃഷി ഇറക്കുന്നത് ഏതാ? ഖാരിഫാണ്. അടുത്തത് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, നവംബർ എന്ന് കൊടുക്കാം. നവംബർ നമ്മൾ പറഞ്ഞു. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ആ ഒരു കാലഘട്ടത്തിലാണ് എന്ത് ചെയ്യുക, നമ്മുടെ റാബി വിളകൾ കൃഷി ഇറക്കുന്നത്. അതുകൊണ്ട് അതിനെ നമ്മൾ എന്ത് പറയും? റാബി എന്ന് പറയും. അടുത്തത് ഏതാണ്? എന്ന് പറയുന്നത് ഏതാ? നമ്മൾ പറഞ്ഞു ഏതായിരുന്നു? ഈ ഒരു സെയ്ദിൽ നമ്മൾ എന്ത് പറഞ്ഞു? സെയ്ദിൽ നമ്മൾ പറഞ്ഞു എന്തായിരുന്നു? മാർച്ച്, ജൂൺ എന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ മാർച്ച് എന്തായിരിക്കും? മാർച്ച് ആണ് എന്ത്? എന്ന് പറയുന്നത് മാർച്ച്. അപ്പൊ മാർച്ചിൽ എന്ത് ചെയ്യും? നമ്മുടെ സെയ്ദ് വിളകള് കൃഷി ഇറക്കും. ഓക്കെ. ഇനി നിങ്ങൾക്ക് കണക്ഷൻ ഞാൻ പറഞ്ഞുതരാം. JNM എന്നുള്ളത് നിങ്ങൾ എഴുതുക. ഖാരിഫ്, റാബി, സെയ്ദ് എന്നുള്ളത് നമ്മൾ പണ്ട് മുതലേ പറയുന്ന ഓർഡർ ആണ്. ഖാരിഫ്, റാബി, സെയ്ദ്, ആ ഒരു ഓർഡർ നിങ്ങൾക്ക് കിട്ടി. ഇനി ജൂണിൽ കൃഷി ഇറക്കുന്നത് ഖാരിഫ് ആണ്. ഖാരിഫ് വിളവെടുക്കുന്നത് എന്നാണ്? ഖാരിഫ് വിളവെടുക്കുന്നത് അടുത്ത എന്നിലാണ്, നവംബറിലാണ്. അടുത്തത് നവംബറിൽ കൃഷി ഇറക്കുന്നത് ഏതാ? റാബി ആണ്. റാബി വിളവെടുക്കുന്നത് എന്നാ? മാർച്ചിലാണ്, എമ്മിലാണ്. അടുത്ത് മാർച്ചിൽ കൃഷി ഇറക്കുന്നത് ഏതാണ്? സെയ്ദ് ആണ്. സെയ്ദ് വിളവെടുക്കുന്നത് എന്നാ? എം കഴിഞ്ഞാൽ വീണ്ടും ജയിലേക്ക് തന്നെ വരും. ജൂണിലാണ് വിളവെടുക്കുന്നത്. ഇങ്ങനെ നിങ്ങളൊരു കണക്ഷൻ ഉണ്ടാക്കിയ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യൂല, മറക്കില്ല. ഞാൻ പഠിച്ച രീതിയാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ ഒരു JNM എന്ന് പറയുന്ന കണക്ഷൻ വെച്ചിട്ടാണ് ഞാൻ പഠിച്ചിരുന്നത്. ആ ഒരു കണക്ഷനാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തന്നിട്ടുള്ളത്. ക്ലിയർ ആയോ? ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കണക്ഷനുകളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ കൊടുക്കണം. നമ്മൾ കൺഫ്യൂഷൻ ഉള്ള മേഖലകളിൽ, നമുക്ക് ചില മേഖലകളിലൊക്കെ അതായത് ഒരുപോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇവിടെ എല്ലാം ഒരു കാലഘട്ടമാണ് വരുന്നത്, മാസങ്ങളാണ് വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള മാസങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് എന്തായാലും എന്ത് ചെയ്യും, ഇതിപ്പോ ഏതാണ് ഖാരിഫ്, ഏത് മാസത്തിലാണ് എന്നുള്ളതൊക്കെ നമുക്ക് കൺഫ്യൂഷൻ വരും. അപ്പൊ ഇങ്ങനെയുള്ള കണക്ഷൻ കൊടുത്താൽ നമുക്ക് പിന്നെ ഒരു തെറ്റാനുള്ള ഒരു ചാൻസേ അവിടെ എന്ത് ചെയ്തു, നഷ്ടപ്പെട്ടു. അപ്പൊ ജനം എന്നുള്ളത് ആലോചിക്കുക, JNM. ആ JNM എന്നുള്ളത് നിങ്ങൾ നേരെ ഓർഡർ എഴുതുന്നു. ഖാരിഫ്, റാബി, സെയ്ദ്. ജൂണിൽ ഖാരിഫ് വിളവിറക്കുന്നു, അതായത് കൃഷി ഇറക്കുന്നു. അതുപോലെ തന്നെ എന്നില് വിളവെടുക്കുന്നു. അടുത്തത് റാബി എന്നില് കൃഷി ചെയ്യുന്നു, എമ്മില് വിളവെടുക്കും. സെയ്ദ് എമ്മില് കൃഷി ചെയ്യും, ജയില് വിളവെടുക്കും. ഈ ഒരു കണക്ഷൻ കിട്ടിയാൽ തന്നെ എന്ത് ചെയ്തു, പിന്നെ നിങ്ങൾ അവിടെ മറക്കാൻ പോകുന്നില്ല. ഇനി ഇവിടെ നിങ്ങൾ അഡീഷണൽ ആയിട്ട് പഠിക്കേണ്ടത് എന്താണ്? ഉദാഹരണങ്ങൾ മാത്രമാണ്. ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു കണക്ഷനിൽ കിട്ടും. ജൂൺ എന്ന് പറയുന്നത് നമുക്കറിയാലോ, വർഷക്കാലമാണ്. വർഷകാലത്ത് സ്വാഭാവികമായിട്ടും കൃഷി ചെയ്യുന്നത് നെല്ലായിരിക്കും, ആണല്ലോ. അപ്പൊ നെല്ലുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങള്. അടുത്തത് നവംബർ എന്ന് പറയുന്നത്, നവംബർ, ഡിസംബർ ഒക്കെ പറയുമ്പോൾ നമ്മുടെ മഞ്ഞുകാലമാണ്. മഞ്ഞുകാലം എന്ന് പറയുമ്പോൾ സാധാരണ
മഴ കുറവായിരിക്കും. അപ്പൊ അത് ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമാണ്. അടുത്തത് എം എന്ന് പറയുന്നത് മാർച്ച് ആണ്. കൊടും വേനലാണ്. കൊടും വേനലിൽ നമുക്ക് വേണ്ടത് എന്താ? നമുക്ക് വേണ്ടത് ഫ്രൂട്ട്സ് ആണ്. ഫ്രൂട്ട്സ് മാത്രമല്ല, ഫ്രൂട്ട്സിന്റെ കൂടെ നമുക്ക് എന്ത് വേണം? ഫ്രൂട്ട്സിന്റെ കൂടെ തണ്ണിമത്തൻ പോലുള്ള നമുക്ക് നല്ല ശീതള പാനീയങ്ങൾ തയ്യാറാക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ വേണം. നമ്മൾ ജ്യൂസ് അടിക്കുമല്ലോ ഫ്രൂട്ട്സ് കൊണ്ട്. അപ്പൊ അങ്ങനെ ഒരു കണക്ഷൻ എന്ത് ചെയ്തു നമുക്ക് സെപ്റ്റംബർ ഒക്ടോബർ. ഏതാ പറഞ്ഞത്? റാബി അല്ലേ പറഞ്ഞത്? യെസ്, ഗാരിഫ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഗാരിഫ് പറഞ്ഞത് എന്തായിരുന്നു? സെപ്റ്റംബർ ഒക്ടോബർ അല്ലെ? സെപ്റ്റംബർ ഒക്ടോബർ. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യാ? നിങ്ങൾ ഇങ്ങോട്ട് നോക്ക്. ഇവിടെ നമ്മൾ പറഞ്ഞത് ഒക്ടോബർ ഡിസംബർ ആണ്. ഇതിന് മിഡിലിൽ വരുന്നതായിരുന്നു എന്ത്? നവംബർ എന്ന് പറയുന്നത്. നവംബർ. ഓക്കെ, അപ്പൊ ഈ നവംബർ ഇതൊക്കെ എന്താ വെച്ചാൽ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് എക്സാക്ട് ആ ഒരു കാലഘട്ടമല്ല. ഇതൊക്കെ ഏകദേശ കാലഘട്ടമാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു കണക്ഷന് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത് അവിടെ നവംബർ എന്ന് പറഞ്ഞത്. ഓപ്ഷനിൽ ഒരിക്കലും നമുക്ക് എന്ത് വരില്ല? ഒക്ടോബറും നവംബറും വരില്ല. അതായത് നമുക്ക് ഈ കുറെ ഡിഫറൻസ് ഉള്ള മന്തുകളാണ് എന്ത് ചെയ്യുള്ളൂ അവിടെ വരുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആ രീതിയിൽ പറഞ്ഞിട്ടുള്ളത്. ആ കാര്യം നിങ്ങൾ അങ്ങനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ഇവിടെ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ എന്ന് കൂടെ ആഡ് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ ആ സംശയം അവിടെ തീരും. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞു ഏകദേശ കാലഘട്ടമാണ്. അത് ഓരോ ചോദ്യം ഇടുന്ന ആളുകൾക്ക് എന്ത് ചെയ്യും? ചിലപ്പോൾ ഒരു മാസമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ത് ചെയ്യും? വേരിയേഷൻസ് ഉണ്ടാവാറുണ്ട്. കാരണം ഇതൊക്കെ ഒരു ഏകദേശ കാലഘട്ടമായിട്ടാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ആ രീതിയിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ 3 ഋതുഭേദങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള 3 വിളവെടുപ്പുകൾ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ അടുത്തത് പഠിക്കാനുള്ളത് ഇതാണ് ഖാരിഫ് വിളകൾ കേട്ടോ. ഖാരിഫ് വിളകളുടെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അടുത്തത് റാബി വിളകള്, സെയ്ദ് വിളകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി അടുത്തത് എന്ത് ചെയ്യാം? വിവിധ രീതിയിലുള്ള കൃഷിരീതികളെ നോക്കാം. വിവിധ രീതിയിലുള്ള കൃഷിരീതികൾ വിവിധ രീതിയിലുണ്ട്. എപ്പോഴും ചോദിക്കുന്ന മേഖലയാണ് കൃഷിരീതികൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? വിവിധ കൃഷിരീതികൾ നോക്കാം. ആദ്യം പറയുന്നത് സംരക്ഷിത രീതി. സംരക്ഷിത രീതി എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? സംരക്ഷിത രീതി എന്ന് പറഞ്ഞാല് ഒരു കൃഷി ചെയ്യുമ്പോ എന്ത് ചെയ്യാ? ആ കൃഷിയുള്ള വിളവുകൾ എന്ത് ചെയ്യാ? ഒരു പെട്ടിക്കൂടിലാക്കുക. ചുരുക്കി പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അതിന് ചുറ്റും എന്ത് ചെയ്യാ? ഒരു ചട്ടക്കൂട് ഉണ്ടാക്കുക, ഒരു പെട്ടിക്കൂട് ഉണ്ടാക്കുക. അതിനെയാണെന്ന് പറയുന്നത് സംരക്ഷിത രീതി എന്ന് പറയുന്നത്. നിങ്ങൾ ഈ പോളി ഹൗസും അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും? ഗ്രീൻ ഹൗസുകളും ഗ്ലാസ് ഹൗസുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പല ഫാമുകളിൽ എന്തുണ്ടാവും? പോളി ഹൗസുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ ഗ്രീൻ ഹൗസുകൾ ഉണ്ടാവും, ഗ്ലാസ് ഹൗസുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതൊക്കെ എന്താണ്? ഒരു കൃഷികൾ എന്ത് ചെയ്യുക? മുഴുവനായിട്ട് കവർ ചെയ്യുക. കൃഷിയുടെ എല്ലാ ഭാഗവും അഥവാ മണ്ണ് ഒഴികെയുള്ള ബാക്കി എല്ലാ ഭാഗവും പൂർണ്ണമായിട്ട് കവർ ചെയ്ത് കൃഷി ചെയ്യുന്ന രീതിയാണ് എന്ത്? സംരക്ഷിത രീതി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ സംരക്ഷിത രീതിയിൽ 3 തരം കൃഷി രീതികളാണ് വരുന്നത്. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സംരക്ഷിത രീതി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, കൃഷി എന്ത് ചെയ്യുക? ചട്ടക്കൂടിലാക്കിയിട്ട് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? സംരക്ഷിത രീതി. അത് 3 തരത്തിലുണ്ട്. ഒന്ന് ഹരിതഗൃഹങ്ങൾ അഥവാ ഗ്രീൻ ഹൗസ് എന്ന് പറയും. രണ്ടാമത്തേതാണ് ഗ്ലാസ് ഹൗസുകൾ എന്ന് പറയുന്നത്. മൂന്നാമത്തേതാണ് പോളി ഹൗസ് എന്ന് പറയുന്നത്. ഹരിതഗൃഹങ്ങൾ അഥവാ ഗ്രീൻ ഹൗസ്, ഗ്ലാസ് ഹൗസ്, പോളി ഹൗസ്. ഇങ്ങനെ 3 എണ്ണമാണ് സംരക്ഷിത രീതിയിലുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം? 3ഉം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നോക്കാം. ആദ്യം പറയുന്നത് ഹരിതഗൃഹങ്ങളാണ് അഥവാ ഗ്രീൻ ഹൗസ് ആണ്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഗ്രീൻ ഹൗസ് എന്ന് പറയുന്നത്. കണ്ടിട്ടുണ്ടോ? ഗ്രീൻ ഹൗസ് കണ്ടിട്ടുണ്ടോ? ഗ്രീൻ ഹൗസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പച്ച ഷീറ്റ്, ഒരു പ്രത്യേക മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയ ഒരു പച്ച ഷീറ്റ് എന്ത് ചെയ്യും? ആ ഒരു കൃഷിയുടെ താഴെ കൃഷി ചെയ്യുന്ന വിളകളുടെ മുകളിൽ എന്ത് ചെയ്യും? കവർ ചെയ്യും. മുകളിൽ മാത്രമല്ല, സൈഡുകളിലും. ഇങ്ങനെ സൈഡുകളിലും മുകളിലൊക്കെ എന്ത് ചെയ്യും? പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് ആവരണം ചെയ്യും. ഒരു പച്ച കളറിലുള്ള ഒരു എന്ത് ചെയ്യും? ഒരു ആവരണം ഉണ്ടായിരിക്കും. അതിനാണ് എന്ത് പറയുന്നത്? ഹരിതഗൃഹങ്ങൾ അഥവാ ഗ്രീൻ ഹൗസ് എന്ന് പറയുന്നത്. മേൽക്കൂരയും വശങ്ങളും പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് ആവരണം ചെയ്ത കൃഷിയാണ് ഗ്രീൻ ഹൗസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ എത്രയേ ഉള്ളൂ? ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. ഒരുപാട് പഠിക്കാനുള്ള കണ്ടന്റ് ഒന്നുമില്ല. ഇനി അടുത്തത് ഏതാ? അടുത്തതാണ് ഗ്ലാസ് ഹൗസ് എന്ന് പറയുന്നത്. ഗ്ലാസ് ഹൗസ് എന്ന് പറഞ്ഞാലോ ഇതുപോലെ തന്നെ, അതായത് മേൽക്കൂരയും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ വശങ്ങളും ഉണ്ടായിരിക്കും. പക്ഷെ ഇവിടെ എന്താ ഉപയോഗിക്കുക? ഇവിടെ ഗ്ലാസ് അല്ലെങ്കിൽ പോളി കാർബണേറ്റ് അല്ലെങ്കിൽ ഫൈബർ ഗ്ലാസ് ആയിരിക്കും എന്ത് ചെയ്യുക? ആവരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. 3ലും എന്താ ചെയ്യുന്നത്? ആവരണമാണ് ചെയ്യുന്നത്. കൃഷിയുടെ എല്ലാ ഭാഗവും ആവരണം ചെയ്യുന്നു, കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ ആ കവറിങ്ങിലുള്ള വ്യത്യാസത്തിലുള്ള മെറ്റീരിയലിലാണ് വ്യത്യാസം വരുന്നത്. ഇവിടെ ഗ്ലാസ് ആണ് എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത്. ഗ്ലാസ് അല്ലെങ്കിൽ പോളി കാർബണേറ്റ് അല്ലെങ്കിൽ
ഫൈബർ ഗ്ലാസ് ഉപയോഗിച്ചുകൊണ്ട് മറച്ച് കൃഷി ചെയ്യുകയാണെങ്കിൽ അതാണ് ഗ്ലാസ് ഹൗസുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് പോളി ഹൗസ്. പോളി ഹൗസ് എന്ന് പറഞ്ഞാൽ എന്താ? പോളി ഹൗസ് എന്ന് പറഞ്ഞാൽ പോളി എത്തലീൻ ഷീറ്റ് ഉപയോഗിച്ചുകൊണ്ട്, പോളി എത്തലീൻ ഷീറ്റ് കൊണ്ട് കവർ ചെയ്യുകയാണെങ്കിൽ അതിനെ പോളി ഹൗസ് എന്ന് പറയുന്നു. ചുരുക്കി പറഞ്ഞാൽ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് കവർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഗ്രീൻ ഹൗസ് എന്ന് പറഞ്ഞു. ഗ്ലാസ് കൊണ്ട് കവർ ചെയ്യുകയാണെങ്കിൽ ഗ്ലാസ് ഹൗസ് എന്ന് പറഞ്ഞു. പോളി എത്തലീൻ ഷീറ്റ് കൊണ്ട് കവർ ചെയ്യുകയാണെങ്കിൽ എന്ത് പറയും? പോളി ഹൗസ് എന്ന് പറയും. ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആണോ? യെസ്, ഓക്കെ, ക്ലിയർ ആണ് അല്ലേ? ഓക്കെ, എങ്കിൽ നമുക്ക് അടുത്ത കണ്ടന്റിലേക്ക് പോവാം. അത്യാവശ്യം കണ്ടന്റ് എന്തുണ്ട് ഇന്ന് നമ്മൾ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ആവശ്യമുള്ളതാട്ടോ. ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുള്ളതാണ്. ഇന്നത്തെ ലൈവ് ക്ലാസ് നിങ്ങൾ പൂർണ്ണമായിട്ട് തന്നെ നിങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് വേർത്തിയായിരിക്കും എന്നുള്ളതിൽ എനിക്കൊരു സംശയമില്ല. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ പൂർണ്ണമായിട്ട് തന്നെ നിങ്ങൾ ഈ ഒരു ക്ലാസ് നിങ്ങൾ ശ്രവിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത്രയും നേരം ശ്രമിച്ചു, ഇനി ബാക്കിയുള്ള ഒരു ടൈം കൂടെ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കേട്ടൽ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഈ ഭാഗങ്ങളിൽ നിന്നെല്ലാം ഉപയോഗമുണ്ടായിരിക്കും. അടുത്തതാണ് പ്രിസിഷൻ ഫാമിംഗ് അഥവാ കൃത്യതാ കൃഷി എന്ന് പറയുന്നത്. ഈ ഹെഡിങ് ആണ് എന്ത് ചെയ്യുക നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. കൃത്യതാ കൃഷി, പ്രിസിഷൻ ഫാമിംഗ്, ഇതൊക്കെ SCERT പോയിന്റ് ആട്ടോ. SCERTയിലുള്ള പോയിന്റ് ആണ്. SCERTയിൽ പഠിക്കാനുള്ള കൺസെപ്റ്റ് ആണ്. അതുകൊണ്ട് ഇതെല്ലാം ചോദ്യം വരാനുള്ള സാധ്യതയും കൂടുതലാണ്, വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്താണ് പ്രിസിഷൻ ഫാമിംഗ്? എന്താണ് കൃത്യതാ കൃഷി എന്ന് പറയുന്നത്? കൃത്യതാ കൃഷി എന്ന് പറഞ്ഞാൽ നമ്മുടെ സസ്യം വളരണമെങ്കിൽ അതിന് ഒരുപാട് ഘടകങ്ങൾ വേണം അല്ലെ? അതിനെന്ത് വേണം? കൃത്യമായിട്ടുള്ള അതിന് വേണ്ട ജലം വേണം, അതുപോലെ തന്നെ പോഷക മൂല്യങ്ങൾ വേണം. ഇതെന്ത് ചെയ്യുക? കൃത്യമായിട്ട് സസ്യ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ജലം, പോഷക മൂല്യങ്ങൾ എന്നിവ കൃത്യമായ സമയത്ത് കൃത്യമായ അളവിൽ കൃത്യമായ രീതിയിൽ സസ്യങ്ങൾക്ക് നൽകുന്ന സമ്പ്രദായത്തിനെയാണ് കൃത്യതാ കൃഷി എന്ന് പറയുന്നത്. അതായത് ഓരോന്നിനും എന്തൊക്കെ വേണം അത് കൃത്യമായിട്ട് കൊടുക്കുക. എത്ര അളവാണ് ജലം വേണ്ടത്, എത്ര അളവാണ് അതിന്റെ അനുകൂല സാഹചര്യം വേണ്ടത്, ഇതൊക്കെ എന്ത് ചെയ്യുക? കൃത്യസമയത്ത് എന്ത് ചെയ്യുക? കൊടുക്കുകയാണെങ്കിൽ, കൃത്യസമയത്ത് കൃത്യമായ അളവിൽ കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് കൃത്യതാ കൃഷി എന്ന് പറയുന്നത്. അതിന് ഇംഗ്ലീഷ് കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. അതും ചോദിക്കാറുണ്ട് കേട്ടോ. പ്രിസിഷൻ ഫാമിംഗ് എന്നും ചോദിക്കും. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു പോയിന്റ് കൂടെ നിങ്ങൾ നോട്ട് ചെയ്യണം. ഓക്കെ, കൃത്യതാ കൃഷി എന്ന് പറഞ്ഞാൽ, പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സസ്യ വളർച്ചയ്ക്ക് ആവശ്യമായ ജലം, പോഷക മൂല്യങ്ങൾ എന്നിവ കൃത്യമായ സമയത്ത് കൃത്യമായ അളവിൽ കൊടുക്കുക. ഇതിനെയാണ് കൃത്യതാ കൃഷി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് ജലസേചനത്തിനായി ഡ്രിപ്പും ജലസേചനത്തിനൊപ്പം രാസവളങ്ങളും തന്നെ നൽകുന്ന ഫെർട്ടിഗേഷൻ സംവിധാനവും ഉപയോഗിക്കുന്ന ഈ കൃഷിരീതി പോളി ഹൗസുകളിലും തുറസായ സ്ഥലത്തും നടത്താം. നമ്മൾ പറഞ്ഞു കൃത്യമായിട്ടുള്ള പോഷക ഘടകങ്ങൾ കൊടുക്കണം, കൃത്യമായ ജലം കൊടുക്കണം. അപ്പൊ ജലം കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സംവിധാനമാണ് എന്ത്? ഡ്രിപ്പ് എന്ന് പറയുന്നത്. ഡ്രിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഡ്രിപ്പ് എന്ന് പറഞ്ഞാൽ തുള്ളിനനയാണ്. തുള്ളിനന അഥവാ ഓരോ ചെടിയുടെയും ചുവട്ടിലേക്ക് ചെറിയ പൈപ്പ് ഇടും. എന്നിട്ട് എന്ത് ചെയ്യും? ആ ഒരു പൈപ്പിന് ചെറിയൊരു ഹോൾ ഇട്ടെടുക്കും. അപ്പൊ ഓരോ തുള്ളി തുള്ളി ആയിട്ട് എന്ത് ചെയ്യും? ചെടിയുടെ ചുവട്ടിലേക്ക് വെള്ളം എത്തും. ഇതാണ് ഡ്രിപ്പിംഗ് രീതി എന്ന് പറയുന്നത്. ഇങ്ങനെ എന്ത് ചെയ്യും? കൃത്യമായിട്ടുള്ള അളവിൽ ഡ്രിപ്പ് ചെയ്തുകൊണ്ട്. എയറോപോണിക്സ് ഇല്ല. എയറോപോണിക്സ് എന്ത് ചെയ്യും? നമ്മൾ പറയും, അടുത്ത സ്ലൈഡിൽ വരുന്നുണ്ട്. എയറോപോണിക്സും അക്വപോണിക്സ് ഒക്കെ നമ്മളുടെ സ്ലൈഡിൽ വരുന്നുണ്ട്. അത് പറയൂ കേട്ടോ. ഓക്കെ, സഫിയ ശ്രദ്ധിക്കുക. ക്ലാസ് മുഴുവനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ആ ഒരു ഭാഗം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ആ ഒരു കൃഷിക്ക് വേണ്ട ഡ്രിപ്പ് ഇട്ടുകൊണ്ട് വെള്ളം കൃത്യമായിട്ട് കൊടുക്കുന്നു. അതുപോലെ തന്നെ രാസവളങ്ങൾ വേണമെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക? കൃത്യമായിട്ടുള്ള അളവിൽ ഫെർട്ടിഗേഷൻ സംവിധാനങ്ങളൊക്കെ ഉൾപ്പെടുത്തുക. ഇങ്ങനെ കൃത്യമായിട്ട് ചെയ്യുന്ന കൃഷിയാണ് നമ്മുടെ പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറയുന്നത്, അഥവാ കൃത്യതാ കൃഷി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇതാണ് കൃത്യതാ കൃഷി. കണ്ടല്ലോ ഈ ഒരു പൈപ്പുകളൊക്കെ കണ്ടോ? ഈ പൈപ്പുകൾ എന്താ അറിയോ? ഈ പൈപ്പുകൾ എന്ന് പറയുന്നത്, ഈ പൈപ്പിലാണ് ഞാൻ പറഞ്ഞ രീതിയിൽ എന്തുണ്ടാവുക? തുള്ളി നനകൾ ഉണ്ടാവുക. ഈ പൈപ്പിനൊക്കെ ചെറിയ ചെറിയ ഹോളുകൾ ഉണ്ടായിരിക്കും. ഓരോ പൈപ്പിനും എന്തുണ്ടാവും? ചെറിയ ഹോൾ ഉണ്ടാവും. ആ ഹോളിലൂടെ ഓരോ തുള്ളിയായിട്ട് ഓരോ ചെടിക്ക് എന്ത് ചെയ്യും? വെള്ളം ചെന്ന് വീഴും. ഇതാണ് കൃത്യതാ കൃഷി എന്ന് പറയുന്നത്. കൃത്യമായിട്ടുള്ള അളവിലാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് പറയാൻ പോകുന്നത് ഹൈഡ്രോഫോണിക്സ് ആണ്. ഓക്കെ, നമ്മുടെ
നേരത്തെ സംശയം ചോദിച്ച സഫിയ ഷഫീഖിന്റെ ആശയങ്ങളിലേക്കാണ് നമ്മൾ വരുന്നത്. ഹൈഡ്രോപോണിക്സ്. എന്താണ് ഹൈഡ്രോപോണിക്സ്? ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഫോട്ടോ കാണിച്ചുതരാം ആദ്യം. ഇതാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. ഇത് ഇവിടെ നോക്ക് നിങ്ങള്. ഇവിടെ നിങ്ങള് ഹൈഡ്രോപോണിക്സിൽ എന്ത് ചെയ്യുക? മണ്ണില്ലാതെ എന്ത് ചെയ്യുക? നമ്മൾ സസ്യം കൃഷി ചെയ്യുക. ഇവിടെ മണ്ണ് ഉപയോഗിക്കുന്നില്ല. ഹൈഡ്രോപോണിക്സിൽ എന്ത് ചെയ്യുന്നില്ല? മണ്ണ് ഉപയോഗിക്കുന്നില്ല. മണ്ണ് ഉപയോഗിക്കാതെ എന്ത് ചെയ്യുക? നേരിട്ട് വെള്ളത്തിൽ കൃഷി ചെയ്യുക. മണ്ണ് ഉപയോഗിക്കാതെ ജലത്തിൽ സസ്യങ്ങളെ വളർത്തുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. മണ്ണില്ലാതെ ജലത്തിൽ സസ്യങ്ങളെ വളർത്തുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. ആ ഹൈഡ്രോ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഹൈഡ്രോ എന്ന് പറഞ്ഞാൽ ടേമന് എന്തുമായി ബന്ധപ്പെട്ടതാ? ജലവുമായി ബന്ധപ്പെട്ടതാ ആണല്ലോ. ഹൈഡ്രോ നമ്മളെപ്പോഴും കേൾക്കാറുണ്ടാവും. ഹൈഡ്രോ ഹൈഡ്രോ എന്നുള്ളത് ജലവുമായി ബന്ധപ്പെട്ടതാ. അപ്പൊ ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത് എന്താ? മണ്ണില്ലാതെ ജലത്തിൽ കൃഷി ചെയ്യുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. നിങ്ങൾ കൃത്യമായിട്ട് സ്റ്റാർ ചെയ്ത് തന്നെ പഠിച്ചോളൂ. ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞാൽ മണ്ണില്ലാതെ ജലത്തിൽ സസ്യങ്ങളെ കൃഷി ചെയ്യുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. ഇതെന്ത് ചെയ്യും? ആ ചെടികൾക്ക് എന്ത് വേണ്ടി വരും? മണ്ണ് ഒരിക്കലും ചെടികൾക്ക് ആവശ്യമുള്ള കാര്യമൊന്നുമല്ല. മണ്ണില്ലെങ്കിലും ചെടികൾക്ക് എന്ത് കിട്ടിയാൽ മതി? പോഷക ഘടകങ്ങൾ കിട്ടിയാൽ മതി. അപ്പൊ ആ പോഷക ഘടകങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ആ പോഷക മൂലകങ്ങൾ എന്ത് ചെയ്യും? വെള്ളത്തിൽ കലർത്തും. എന്നിട്ടാണ് എന്ത് ചെയ്യുക? കൃഷി ചെയ്യുക. ഇവിടെ നിന്നുണ്ടോ? ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ വെള്ളത്തിൽ എന്ത് ചെയ്തു? പോഷക മൂലകങ്ങള് വെള്ളത്തിൽ മിക്സ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുക? വെള്ളത്തിലാണ് കൃഷി. ഇവിടെ മണ്ണ് ഉപയോഗിക്കുന്നില്ല. ഈ കൃഷിക്കാണ് എന്ത് പറയുന്നത്? ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. ഈ അടുത്തത് എയറോപോണിക്സ്. എന്താണ് എയറോപോണിക്സ് നോക്കാം. എയറോപോണിക്സ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോപോണിക്സ് പോലെ തന്നെ. ഇവിടെ എയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ. എയർ എന്ന് പറഞ്ഞാൽ എന്താ? വായു ആണ് അല്ലെ? വായു. അപ്പൊ വായുവിൽ കൃഷി ചെയ്യുന്നതാണ് എയറോപോണിക്സ് എന്ന് പറയുന്നത്. എയർ എന്ന് പറഞ്ഞാൽ വായു. അപ്പൊ വായുവിൽ കൃഷി ചെയ്യുന്നതാണ് എയറോപോണിക്സ്. ഇവിടെ മണ്ണും ആവശ്യമില്ല, ജലവും ആവശ്യമില്ല. മണ്ണോ ജലമോ ഇല്ലാതെ കൃഷി ചെയ്യുന്ന രീതിയാണ് എയറോപോണിക്സ് എന്ന് പറയുന്നത്. ഇവിടെ നോക്ക്, ഇതാണ് എയറോപോണിക്സ്. എന്നിട്ട് എന്ത് ചെയ്യും? ഇവിടെ വായുവിലാണ്. ഇവിടെ എന്ത് ചെയ്യും? ഒരു കമ്പിലോ കോലിലൊക്കെ എന്ത് ചെയ്യും? ചെടികള് നടും. എന്നിട്ട് ആ നടുമ്പോ അതിനെന്ത് ചെയ്യും? പോഷക മൂലകങ്ങളും അതിന് വേണ്ട ജലവും എന്ത് ചെയ്യും? സ്പ്രേ ചെയ്ത് കൊടുക്കും. വേരുകളിലേക്ക് എന്ത് ചെയ്യും? സ്പ്രേ ചെയ്ത് കൊടുക്കും. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. പോഷക മൂലകങ്ങളും അതുപോലെ തന്നെ അതിന് വേണ്ട ജലവും ചെടിയുടെ വേരിലേക്ക് നേരിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന രീതിയാണ് എയറോപോണിക്സ് എന്ന് പറയുന്നത്. എയറോപോണിക്സിൽ ജലവും വേണ്ട, മണ്ണും വേണ്ട. മണ്ണോ ജലമോ ഉപയോഗിക്കാതെയുള്ള കൃഷിയാണ് എയറോപോണിക്സ്. എയറോ ഹൗസുകളിൽ പല തട്ടുകളിലായി തൂക്കിയിട്ടിരിക്കുന്ന മീഡിയങ്ങളിൽ കൃഷി ചെയ്യുന്ന രീതിയാണ് എയറോപോണിക്സ്. ഇവിടെ ചെയ്യുന്നത് എന്താ? വേരിലേക്ക് നേരിട്ട് ജലവും അവശ്യ മൂലകങ്ങളും സ്പ്രേ ചെയ്ത് കൊടുക്കുന്നു. ഇതാണ് എവിടെ ചെയ്യുന്നത്? എയറോപോണിക്സിൽ ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഹൈഡ്രോപോണിക്സും എയറോപോണിക്സും ക്ലിയർ ആണോ? വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇതൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, നിങ്ങൾ ഇമോജി ആയിട്ട് ഇടാതെ നിങ്ങൾ കമന്റ് ആയിട്ട് ഇടുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ ശ്രദ്ധിക്കുക. കാരണം എനിക്കിവിടെ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്ന ഇമോജി എനിക്ക് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് കമന്റ് ആയിട്ട് ഇടാൻ പറയുന്നത്. കമന്റ് ആകുമ്പോൾ നോട്ട് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണ് അല്ലേ? യെസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കണ്ടന്റ് കഴിഞ്ഞിട്ടില്ല. ഇനിയും നമ്മൾ എന്ത് ചെയ്യാണ്? കണ്ടന്റുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യുക? ഞാൻ പറഞ്ഞ രീതിയിൽ പരമാവധി എല്ലാവരും ക്ലാസ്സിന്റെ അവസാനം വരെ നിങ്ങൾ എന്ത് ചെയ്യുക? ലൈവായിട്ട് തന്നെ നിങ്ങൾ നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അതിന്റെ കൂടെ ചെറിയൊരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പൊ നമ്മൾ ഫ്രീ ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. ഇതുപോലെ നമ്മൾ ഇടക്കിടക്ക് ഫ്രീ ക്ലാസ്സുകൾ നൽകാറുണ്ട്. മാക്സിമം നമ്മൾ എന്ത് ചെയ്യും? ഫ്രീ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണ്ടി കണ്ടക്ട് ചെയ്യും. എന്നാലും നിങ്ങൾക്ക് സിലബസ് ഓറിയന്റഡ് ആയിട്ട് മുഴുവൻ ക്ലാസ്സുകളും സിലബസ് ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫ്രീ ക്ലാസ്സുകൾ നൽകുക എന്നുള്ളത് പ്രായോഗികമല്ല. നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഫ്രീ ക്ലാസ്സിൽ നമുക്ക് തരുന്ന കണ്ടന്റിന് ലിമിറ്റ് ഉണ്ട്. സിലബസ് എന്ന് പറയുന്ന ആ സിലബസ് പൂർണ്ണമായിട്ട് നമുക്ക് തീർക്കാൻ ഫ്രീ ക്ലാസ് കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പെയ്ഡ് ബാച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ഇതിന്റെ കൂടെ നടക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു പെയ്ഡ് ബാച്ചിന്റെ ഫീച്ചേഴ്സ് ആണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഈ ഒരു പെയ്ഡ് ബാച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഓരോ ക്ലാസ്സുകളും ഇതുപോലെ സ്ലൈഡൊക്കെ പ്രിപ്പയർ ചെയ്ത് നമ്മൾ ലൈവ് ആയിട്ടായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്ത് ഫീലാണോ കിട്ടുന്നത് ഇതേ രീതിയിലായിരിക്കും നമ്മുടെ പെയ്ഡ് ബാച്ചിലുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. അതുപോലെ
ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാരണത്താൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ക്ലാസ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടായിരിക്കില്ല. ആ കാര്യം ഞാൻ നിങ്ങളോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ലൈവ് മിസ്സായാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് മിസ്സാവും. പക്ഷെ നിങ്ങൾ നമ്മുടെ പെയ്ഡ് ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് എല്ലാ ലൈവ് ക്ലാസ്സും ആ ഒരു ക്ലാസ് തന്നെ റെക്കോർഡായിട്ടും ലഭിക്കും. അപ്പൊ ആ ഒരു ക്ലാസ് ലൈവ് ക്ലാസ് എപ്പോഴാണോ കഴിഞ്ഞത് അത് കഴിഞ്ഞ ഒരു മണിക്കൂർ കൊണ്ട് ആ ക്ലാസ്സിന്റെ റെക്കോർഡും അവൈലബിൾ ആയിരിക്കും. അതുപോലെ ഞാൻ പറഞ്ഞ രീതിയിൽ ഓരോ ക്ലാസ്സും ഇതുപോലെ നമ്മൾ PPT പവർ പോയിന്റ് പ്രസന്റേഷൻ തയ്യാറാക്കിയിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. ഈ ഒരു ക്ലാസ്സിന്റെ നോട്ട്സ് എന്ത് ചെയ്യും, ക്ലാസ് കഴിഞ്ഞ ഉടനെ നമ്മൾ അപ്ലോഡ് ചെയ്യും. അതുകൊണ്ട് ഓരോ ക്ലാസ്സിന്റെയും സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതുപോലെ നിങ്ങൾക്ക് PDF ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ഓരോ ക്ലാസ്സും എന്ത് ചെയ്യും, നിങ്ങൾക്ക് PDF ആയിട്ട് നോട്ട്സും എന്തായിരിക്കും, അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഫ്രീ ക്ലാസ് എന്ന് പറഞ്ഞാൽ വെറുതെ ഫ്രീ ക്ലാസ്സുകൾ കൊടുക്കല്ല. ഫ്രീ ക്ലാസ്സിൽ കുട്ടികൾക്ക് എന്തായാലും അവർ എത്ര നേരം ലൈവിൽ ജോയിൻ ചെയ്യുന്നുണ്ടോ അത്രയും നേരം കണ്ടന്റ് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ് കൊടുക്കുന്നത്. പല ആളുകളും ഫ്രീ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ടാവാം, ഒരുപാട് അക്കാദമികൾ ഫ്രീ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഉപയോഗപ്പെടുത്തണം. നിങ്ങൾ എവിടെ നിന്നൊക്കെ കിട്ടുന്നുണ്ടോ ആ റിസോഴ്സുകളെല്ലാം നിങ്ങൾ ശേഖരിച്ച് നിങ്ങൾ പഠനത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. അപ്പൊ നിങ്ങൾ പല ഫ്രീ ക്ലാസ്സുകളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരു റേഡിയോ മെത്തേഡായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. ഒരു വൺ വേ ടോക്ക് എന്നുള്ള രീതിയിൽ ഒരു സ്ക്രീനോ ഒരു പ്രസന്റേഷനോ ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഒരു റേഡിയോ പറയും പോലെ നമ്മളിങ്ങനെ കേട്ടിരിക്കുക എന്നുള്ള രീതിയിലായിരിക്കും പല ഫ്രീ ക്ലാസ്സുകളും ഉണ്ടായിരിക്കുക. നമ്മൾ അങ്ങനെയൊന്നല്ല, നമ്മളെ ഫ്രീ ക്ലാസ് ആയാലും പെയ്ഡ് ക്ലാസ് ആയാലും നമ്മൾ എല്ലാ ക്ലാസ്സുകളും നമ്മൾ സ്ക്രീനൊക്കെ പ്രസന്റ് ചെയ്ത് നല്ല സ്ലൈഡൊക്കെ പ്രിപ്പയർ ചെയ്ത് അതിനുള്ള രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ഒരു കോഴ്സിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും, നിങ്ങൾക്ക് സിലബസ് ഓറിയന്റഡ് ആയിട്ട് മുഴുവൻ ക്ലാസ്സുകളും ലൈവ് ആയിട്ട് കിട്ടും. സിലബസ് ഓറിയന്റഡ് ആയിട്ട് നമുക്ക് 5 സബ്ജക്റ്റ് ആണ് കാറ്ററ്റിനുള്ളത്. ഈ 5 സബ്ജക്റ്റ് നിങ്ങൾക്ക് സിലബസ് ഓറിയന്റഡ് ആയിട്ട് മുഴുവൻ ക്ലാസ്സുകളും കിട്ടും. അതിന് പുറമെ സിലബസ് പൂർത്തീകരിച്ച ശേഷം 1 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന്റെ കൂടെ കിട്ടും. ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ 1000 രൂപ ഫീ വരുന്ന ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന്റെ കൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. 1 മാസം നീണ്ടു നിൽക്കുന്ന ക്രാഷ് കോഴ്സ്. ഈ ക്രാഷ് കോഴ്സിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഓരോ ദിവസവും ഓരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുത്ത് ആ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് അതിന്റെ കണക്റ്റീവ് ഫാക്റ്റുകളെല്ലാം പറഞ്ഞ് മാക്സിമം പോയിന്റുകൾ അതുമായി ബന്ധപ്പെടുത്തി പറയുന്ന ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് ഇതിന്റെ കൂടെ കിട്ടും. നിങ്ങൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ക്രാഷ് കോഴ്സ് എന്താണ് എന്നുള്ളത്. ആ ഒരു ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞാൽ ആ ക്രാഷ് കോഴ്സ് കൊണ്ട് മാത്രം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആ ഒരു 90 മാർക്കിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിലുള്ള കണ്ടന്റ് നിങ്ങൾക്ക് ആ ഒരു ക്രാഷ് കോഴ്സിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. അത്രയും ചോദ്യങ്ങൾ നമ്മൾ ക്രാഷ് കോഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആ ഒരു ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ നിങ്ങൾ ഇപ്പോൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1000 രൂപ വില വരുന്ന ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, സൗജന്യമായിട്ട് ലഭിക്കും. അതുപോലെ തന്നെ ഏത് സമയത്തും നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാനുള്ള മെന്റർ സപ്പോർട്ടുകളും അതുപോലെ തന്നെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസും അതുപോലെ തന്നെ അതിനുള്ള ഗ്രൂപ്പുകളൊക്കെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മളെന്ന് പറയുന്നത് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഫീലാണ് നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ സമയം എന്ന് പറയുന്നത് ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടൈമിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നത്. കാരണം നിങ്ങൾ ഈ ഒരു ലൈവിൽ ജോയിൻ ചെയ്ത ആളുകൾക്ക് അറിയാം, നിങ്ങളിൽ പല ആളുകളും കുട്ടികളുള്ള മക്കളുള്ള ആളുകളായിരിക്കും, ചെറിയ കൊച്ചുങ്ങളുള്ള ആളുകളായിരിക്കും. നിങ്ങൾക്ക് എന്ന് പറയുന്നത് എല്ലാ സമയത്തും ക്ലാസ് കേൾക്കാൻ പറ്റണമെന്നില്ല. പ്രത്യേകിച്ച് ഒരു 7:30 8 ഒക്കെ ആണെങ്കിൽ ക്ലാസ് കേൾക്കാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ബാച്ചിലുള്ള അല്ലെങ്കിൽ ഇപ്പോ നമ്മുടെ കാറ്ററ്റിന് പഠിക്കുന്ന അധിക ആളുകളും ഒന്നെങ്കിൽ മക്കളുള്ള ആളുകളായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു കാറ്ററ്റിന് തയ്യാറെടുക്കുന്ന ആളുകൾ ജോലി ചെയ്യുന്ന ആളുകളായിരിക്കും. ഡെയിലി വേജ് ആയിക്കൊണ്ടോ അല്ലാതൊക്കെ ജോലി ചെയ്യുന്ന ആളുകളായിരിക്കും. അതും അല്ലെങ്കിൽ മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചിങ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും. ടീച്ചിങ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, മക്കളുള്ള ചെറിയ കൊച്ചുങ്ങളുള്ള ആളുകൾ, അതുപോലെ തന്നെ ജോലിക്ക് പോകുന്ന ആളുകൾ, ഈ 3 കാറ്റഗറിയിലുള്ള ആളുകൾ ഈ ഒരു കാറ്ററ്റ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. ഈ 3 കാറ്റഗറിയിലുള്ള ആളുകൾക്ക് ഫ്ലെക്സിബിൾ ആവുന്ന, അവർക്കൊക്കെ കുറച്ചുകൂടെ അവരുടെ വീട്ടിലുള്ള ജോലികളും അവരുടെ റെസ്പോൺസിബിലിറ്റികളൊക്കെ കഴിഞ്ഞ് ഒരു ഫ്രീ ആയിട്ട് ക്ലാസ് കേൾക്കാൻ പറ്റുന്ന രീതിയിൽ 9 മണി മുതൽ രാത്രി 9 മണി മുതൽ രാത്രി 10:30 വരെ ആയിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. ലൈവ് ക്ലാസ്സുകൾ 9 to 10:30 1.5 മണിക്കൂറായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക, 9 to 10:30 എന്നുള്ള രീതിയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി എന്തെങ്കിലും കാരണത്താൽ ഞാൻ പറഞ്ഞ രീതിയിൽ ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ഭാഗം എന്ത് ചെയ്യൂല, നിങ്ങൾക്ക്
മിസ്സായി പോവില്ല. കാരണം എന്തായിരിക്കും? കാരണം റെക്കോർഡായിട്ട് അതേ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു കോഴ്സിന്റെ ഫീ എന്ന് പറയുന്നത് 2000 രൂപയുടെ കോഴ്സാണ്. പക്ഷെ 2000 രൂപയുടെ കോഴ്സ് നമ്മൾ ഓഫറിലാണ് ഇപ്പോൾ കൊടുക്കുന്നത്. 1500 രൂപ എന്ന് പറയുന്ന ഓഫർ ഫീയിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഇപ്പോൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. 2000 രൂപയുടെ കോഴ്സിലേക്ക് നിങ്ങൾക്ക് 1500 രൂപ എന്ന് പറയുന്ന ഓഫർ ഫീയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ഒരു കോൺടാക്ട് ചെയ്താൽ മതി. ഈ ഒരു നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. 8590672089 ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പറ്റും. 8590672089 എന്ന് പറയുന്ന ഈ ഒരു നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ ജസ്റ്റ് അഡ്മിഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരു മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇനിയും നിങ്ങൾ വൈകിക്കരുത്. നിങ്ങൾ ഇവിടെ പഠിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ എവിടെ പഠിക്കുകയാണെങ്കിലും, നിങ്ങൾ എവിടെയെങ്കിലും അഡ്മിഷൻ എടുത്ത് പഠിക്കുകയാണെങ്കിലും, നിങ്ങൾ സ്വന്തം പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും നിങ്ങൾ പഠിക്കാനുള്ള സമയമായിട്ടുണ്ട്. ഇനി നമുക്ക് മുൻപിൽ ഒരുപാട് സമയമില്ല. അതുകൊണ്ട് നിങ്ങൾ ഇനിയെങ്കിലും നിങ്ങൾ കുറച്ചുകൂടെ ഗൗരവമായിട്ട് എടുത്ത് കാറ്ററ്റിന് വേണ്ടി നിങ്ങൾ സമയം നിങ്ങൾ എന്ത് ചെയ്യണം? മാറ്റി വെക്കണം. അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഒരുപാട് ഫ്രീ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ എല്ലാ ഫ്രീ ക്ലാസ്സുകളും നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഏറ്റവും നല്ല ക്ലാസ്സുകൾ, ഏറ്റവും ക്വാളിറ്റി ക്ലാസ്സുകൾ നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവുന്ന, നിങ്ങൾക്ക് കേട്ടാൽ ഇതുകൊണ്ട് എനിക്ക് കാര്യമുണ്ടാവും എന്ന് തോന്നുന്ന, അതുപോലെ തന്നെ കണ്ടന്റുകൾ കിട്ടുന്ന, വെറുതെ വാരി വലിച്ച കണ്ടന്റുകൾക്ക് പുറമെ നമുക്ക് ആവശ്യമുള്ള കണ്ടന്റ് കിട്ടുന്ന, എന്നാൽ കണ്ടന്റുകളൊന്നും മിസ്സാവാത്ത ക്വാളിറ്റിയോട് കൂടിയ ക്ലാസ്സുകൾ എവിടെ കിട്ടുന്നോ അവിടെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും എന്നുള്ളത് എവിടെയാണോ നിങ്ങൾക്ക് തോന്നുന്നത് അവിടെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇനി നിങ്ങൾ ഈ ഒരു പഠനത്തിൽ അമാന്തം കാണിക്കാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു തുടങ്ങുക. നമ്മുടെ ബാച്ചിലേക്ക് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ രീതിയിൽ 8590672089 ഈ ഒരു നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? വാട്സപ്പിൽ ഒരു മെസ്സേജ് ചെയ്താൽ മതി. നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ. അപ്പൊ ഏതായാലും ഈ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ക്ലാസ്സിലേക്ക് തന്നെ മടങ്ങി പോവാം. നമ്മൾ പറഞ്ഞത് ഏതൊക്കെയായിരുന്നു? ഹൈഡ്രോഫോണിക്സും എയറോഫോണിക്സും നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് പറയാൻ പോകുന്നത് സുസ്ഥിര കൃഷിയാണ്. സുസ്ഥിര കൃഷി എന്താണ്? സുസ്ഥിര കൃഷി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒന്ന് ചീഞ്ഞ് മറ്റൊന്നിനെ വളമാവുക എന്നുള്ളത്. ഒന്ന് ചീഞ്ഞാൽ മറ്റൊന്നിനെ വളമാവുക എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇത് തന്നെയാണ് എന്ത്? സുസ്ഥിര കൃഷി എന്ന് പറയുന്നത്. ഓക്കെ. രാസ കീടനാശിനികളുടെ ഉപയോഗം പരമാവധി കുറച്ച് ഒരു വിളയുടെ അവശിഷ്ടം മറ്റൊരു വിളക്ക് വളമാകുന്ന രീതി, ഇതിനെയാണ് എന്ത് പറയുന്നത്? സുസ്ഥിര കൃഷി എന്ന് പറയുന്നത്. ഓക്കെ. രാസ കീടനാശിനികളുടെ ഉപയോഗം പരമാവധി കുറക്കുന്നു, എന്നിട്ട് ഒരു വിളയുടെ അവശിഷ്ടം എന്ത് ചെയ്യുന്നു? മറ്റൊരു വിളക്ക് വളമാകുന്ന തരത്തില് പ്രകൃതിക്ക് കോട്ടം തട്ടാത്ത രീതിയിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ അതിനെ സുസ്ഥിര കൃഷി എന്ന് പറയും. ഓക്കെ. ഒരു ചെടി കൃഷി ചെയ്യുന്നു, അത് ചീഞ്ഞാൽ എന്ത് ചെയ്യുക? അത് നമ്മൾ മറ്റൊന്നിന് ഉപയോഗിക്കുക എങ്കിൽ അതിന് എന്ത് പറയും? സുസ്ഥിര കൃഷി എന്ന് പറയും. ഓക്കെ. ഇനി അടുത്തത് പുനം കൃഷി. എന്താണ് പുനം കൃഷി? പുനം കൃഷി എന്ന് പറഞ്ഞാൽ എന്താ? പുനം കൃഷി എന്ന് പറഞ്ഞാൽ കാടൊക്കെ എന്ത് ചെയ്യുക? വെട്ടിത്തെളിക്കുക. കാടൊക്കെ വെട്ടിത്തെളിച്ച് കൃഷി ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? മണ്ണിന്റെ ഫലഭൂയിഷ്ടി നഷ്ടപ്പെടുമ്പോൾ അടുത്ത പ്രദേശത്തേക്ക് മാറ്റി കൃഷി ചെയ്യുകയും ചെയ്യുന്ന രീതി. അഥവാ നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്കൊരു 10 സെന്റ് സ്ഥലമുണ്ട് എന്ന് കരുതുക. നമ്മളിവിടെ 5 സെന്റിൽ നമ്മൾ കൃഷി ചെയ്യുന്നു. 5 സെന്റിൽ എന്ത് ചെയ്തു? നമ്മൾ കൃഷി ചെയ്തു. 5 സെന്റിൽ നമ്മൾ കൃഷി ചെയ്ത് ഈ മണ്ണിന്റെ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടുന്നാണ് നമ്മൾ കൃഷി ഒഴിവാക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മൾ അപ്പുറത്ത് പോയിട്ട് എന്ത് ചെയ്യുന്നു? കൃഷി ചെയ്യുന്നു. അങ്ങനെ ഒരു ഭാഗത്ത് കൃഷി ചെയ്ത് അതിന്റെ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റൊരു ഭാഗത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? കൃഷി നമ്മൾ മാറ്റുകയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയാ? അതിനെയാണ് പുനം കൃഷി എന്ന് പറയാം. ക്ലിയർ ആണോ? സുസ്ഥിര കൃഷിയും പുനം കൃഷിയും ക്ലിയർ ആണെങ്കിൽ യെസ് എന്ന് പറയും. ഓക്കെ. എങ്കിൽ അടുത്തത് പറയാൻ വേണ്ടി പോകുന്നത് ഇടവിള കൃഷിയാണ്, അഥവാ സമ്മിശ്ര കൃഷി. ഇടവിള കൃഷി എന്താണ്? ഇടവിള കൃഷി അഥവാ സമ്മിശ്ര കൃഷി എന്ന് പറയുന്നത്
പറയാം. ഒരു പ്രധാന ദീർഘകാല വിളകളുടെ ഒപ്പം മറ്റു വിളകൾ കൃഷി ചെയ്യുന്ന രീതിയാണ് ഇടവിള കൃഷി എന്ന് പറയുന്നത്. ദീർഘകാല വിള നമുക്കറിയാം, തെങ്ങ് എന്ന് പറയുന്നത് ഒരു ദീർഘകാല വിളയാണ്, ആണല്ലോ. തെങ്ങ് എന്ന് പറയുന്നത് നമ്മൾ 1-2 വർഷത്തിന് വേണ്ടി കൃഷി ചെയ്യുന്നതല്ല, ഒരു 10-50 വർഷത്തിന് വേണ്ടി കൃഷി ചെയ്യുന്നതാണ് തെങ്ങ്. തെങ്ങിന്റെ കൂടെ നമ്മൾ എന്ത് നടാറുണ്ട്? നിങ്ങൾ പറ. തെങ്ങിന്റെ ഇടയിലൂടെ നമ്മൾ ചെയ്യാറുള്ള കൃഷികൾ ഏതൊക്കെയാ? തെങ്ങിന്റെ ഇടയിൽ വാഴ വെക്കാറുണ്ട്, ഉണ്ടല്ലോ. തെങ്ങിന്റെ കൂടെ വാഴ വെക്കാറുണ്ട്. ഇതെന്താണ്? ഒരു ദീർഘകാല കൃഷിയായ തെങ്ങിന്റെ കൂടെ മറ്റു വിളകൾ നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ അതിനെ ഇടവിള കൃഷി എന്ന് പറയും. ഉദാഹരണം പറയുകയാണെങ്കിൽ തെങ്ങിന്റെ കൂടെ വാഴ കൃഷി, ഇതെന്താണ്? ഇടവിള കൃഷിയാണ്. അതുപോലെ കവുങ്ങിന്റെ കൂടെ എന്ത് വെക്കാറുണ്ട്? വാഴകൾ വെക്കാറുണ്ട്, ഇതും എന്താണ്? ഇടവിള കൃഷിയാണ്. അതുപോലെ തന്നെ റബ്ബറിന്റെ ഇടയിൽ എന്ത് വെക്കാറുണ്ട്? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, റബ്ബറിന്റെ ഇടയിൽ കൈത കൃഷി ചെയ്യാറുണ്ട്. കൈതച്ചക്ക ഉണ്ടല്ലോ, കൈതച്ചക്ക, പൈനാപ്പിള്. ആ പൈനാപ്പിളിന്റെ കൃഷി എവിടെ ചെയ്യാറുണ്ട്? റബ്ബറിന്റെ ഇടയിൽ ചെയ്യാറുണ്ട്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. നിങ്ങളൊക്കെ ഒന്ന് നമ്മുടെ ഈ ഒരു ഒബ്സർവ് ചെയ്താൽ നമ്മുടെ സമൂഹത്തിലൊക്കെ എന്ത് ചെയ്യും, കാണാൻ വേണ്ടി പറ്റും, നമ്മുടെ പരിസരത്തൊക്കെ ഉണ്ടാവും. തെങ്ങിന്റെ ഇടയിൽ വാഴകൃഷി എന്ന് പറയുന്നത് എല്ലാ ഭാഗത്തും നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ റബ്ബറിന്റെ ഇടയിൽ എന്തുണ്ടാവും? കൈതച്ചക്ക ഉണ്ടായിരിക്കും. ഈ റബ്ബർ എന്ന് പറയുന്നത് ഒരു ദീർഘകാല വിളയാണ്, അതിന്റെ കൂടെ ഒരു ഷോർട്ട് ടൈം ആയിട്ടുള്ള കൈതച്ചക്ക വെക്കുന്നു. അതുപോലെ തെങ്ങ് എന്ന് പറയുന്ന ദീർഘകാല വിളയുടെ കൂടെ വാഴ എന്ന് പറയുന്ന ഷോർട്ട് ടൈം ആയിട്ടുള്ള ഒരു കൃഷി വെക്കുന്നു. ഇതാണ് ഇടവിള കൃഷി എന്ന് പറയുന്നത്. ഒരു പ്രധാന ദീർഘകാല വിളകളുടെ ഒപ്പം മറ്റു വിളകൾ കൃഷി ചെയ്യുന്ന രീതിയാണ് ഇടവിള കൃഷി എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട വിള ഉണ്ടാവില്ലേ, അതിനാണ് അടിസ്ഥാന വിള എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് തെങ്ങും വാഴയും ഉണ്ടെങ്കിൽ അവിടെ അടിസ്ഥാനം ഏതാ? നിങ്ങൾ പറ. തെങ്ങും വാഴയും കൃഷി ചെയ്യുകയാണെങ്കിൽ അവിടെ അടിസ്ഥാനം ഏതായിരിക്കും? യെസ്, തെങ്ങായിരിക്കും അല്ലെ. തെങ്ങായിരിക്കും അടിസ്ഥാനം എന്ന് പറയുന്നത്. നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഇടവിള കൃഷിയിൽ ദീർഘകാല വിള ഏതാണോ അതിനെയാണ് എന്ത് പറയാ? അതിനെയാണ് അടിസ്ഥാന വിള എന്ന് പറയുന്നത്. ഓക്കെ. സമ്മിശ്ര പച്ചക്കറി കൃഷിയിൽ ഒന്നിൽ കൂടുതൽ പച്ചക്കറികൾ അടിസ്ഥാന വിളയോടൊപ്പം ഇടവിളയായി കൃഷി ചെയ്യുകയോ അല്ലെങ്കിൽ വിവിധ ഇനം പച്ചക്കറികൾ ഒരുമിച്ച് കൃഷി ചെയ്യുകയോ ആണ് ചെയ്യുന്നത്. ഇങ്ങനെ കൃഷി ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഒരു വിളകൾ മാത്രമല്ല, 1-2-3 വിളകൾ എന്ത് ചെയ്യും? ഇതുപോലെ ഇടയിൽ എന്ത് ചെയ്യാറുണ്ട്? കൃഷി ചെയ്യാറുണ്ട്. അതിലിപ്പോ നമുക്കൊരു ചോദ്യമായിട്ടുള്ള പോയിന്റ് ഒന്നും ആ ഒരു പോയിന്റിൽ ഇല്ല. നമ്മൾ പഠിക്കേണ്ടത് ഇടവിള കൃഷി എന്ന് പറഞ്ഞാൽ ഒരു പ്രധാന ദീർഘകാല വിളയോടൊപ്പം മറ്റു വിളകൾ കൃഷി ചെയ്യുന്ന രീതിക്ക് പറയുന്ന പേര് ഇടവിള കൃഷി. ഒരു ചോദ്യമാവാം കേട്ടൽ പരീക്ഷയ്ക്ക്. അതുപോലെ തന്നെ ഇടവിള കൃഷിയിലെ പ്രധാന വിളക്ക് പറയുന്ന പേരാണ് അടിസ്ഥാന വിള എന്ന് പറയുന്നത്. ഇതൊക്കെ എന്താണ്? ചോദ്യമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കാര്യമാണ്. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്തത് പറയുന്നതാണ് കൃഷിയിലുള്ള ഒരു സംഭവമാണ് പുതയിടൽ എന്ന് പറയുന്നത്. കൃഷിയിലുള്ള ഒരു രീതിയാണ് പുതയിടൽ. എന്താണ് പുതയിടൽ? നമുക്ക് നോക്കാം. പുതയിടൽ എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കാം. പുതയിടൽ എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം നേരിട്ട് മണ്ണിൽ പതിക്കുമ്പോൾ എന്ത് ചെയ്യും? ഞാൻ എന്ത് ചെയ്യാം, പിക്ചർ കാണിച്ചത് എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതാണ് പുതയിട എന്ന് പറഞ്ഞാൽ. കണ്ടിട്ടുണ്ടോ? തെങ്ങിന്റെ ചുവട്ടിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ഈ ഒരു നമ്മുടെ തേങ്ങ പൊളിച്ചിട്ടുള്ള തേങ്ങയുടെ ചെകിരി എന്ത് ചെയ്യാറുണ്ട്? ഇതുപോലെ ഇട്ട് കൊടുക്കാറുണ്ട്. ഇനി ചെകിരി അല്ലെങ്കിൽ എന്ത് ചെയ്യും? പഴയ തെങ്ങിന്റെ തന്നെ പട്ടൊക്കെ എന്ത് ചെയ്യും? ഇടാറുണ്ട്. തെങ്ങിന്റെ പട്ട, തെങ്ങിന്റെ ഓല എന്ത് ചെയ്യും? വെട്ടിയിട്ടിടും. തെങ്ങിന്റെ ഓല, അതുപോലെ തന്നെ മറ്റു ചെടികളുടെ ഇലകളൊക്കെ എന്ത് ചെയ്യും? ഇതുപോലെ ഇട്ടെടുക്കും. ഇത് എന്തിനു വേണ്ടിയിട്ടാ? ഇങ്ങനെ ഇട്ടാൽ എന്ത് ചെയ്യും? നേരിട്ട് വെയില് അതിലേക്ക് പതിക്കില്ല. നേരിട്ട് വെയിൽ പതിക്കില്ല, അതുമൂലം ജലനഷ്ടം ഉണ്ടാവില്ല. അതുകൊണ്ട് അതിനുള്ളിൽ എപ്പോഴും എന്തുണ്ടാവും? ഒരു ഈർപ്പം അതിനുള്ളിൽ തങ്ങി നിൽക്കും. കാരണം അതിൽ വെയിൽ തട്ടില്ല, അതുകൊണ്ട് അവിടെ ജലനഷ്ടം സംഭവിക്കില്ല. അതിനു വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ പുതയിടുന്നത്. ഇതിന് പറയുന്ന പേരാണ് പുതയിടൽ. സൂര്യപ്രകാശം നേരിട്ട് മണ്ണിൽ പതിക്കുന്നത് മൂലമുള്ള ജലനഷ്ടം തടയാനായിരുന്നു പുതയിടൽ നടത്തിയിരുന്നത്. ജൈവ വസ്തുക്കളോ ജൈവ അവശിഷ്ടങ്ങളോ ആണ് ഇങ്ങനെ പുതയിടാൻ ഉപയോഗിച്ചിരുന്നത്. ജൈവ വസ്തുക്കൾ എന്ന് പറയുമ്പോൾ ചകിരി, ഇനി ഓലപ്പട്ട, തെങ്ങിന്റെ ഓല, അതുപോലെ തന്നെ ചെടികളുടെ തോലിടുക എന്ന് പറയും. ഞങ്ങൾ ഇവിടെയൊക്കെ തോലിടുക എന്നാണ് പറയാ. അഥവാ നമ്മളെ ഓരോ മരങ്ങൾ ഉണ്ടാവും, പറമ്പിലുള്ള പടുമരങ്ങൾ ഉണ്ടാവും. ആ മരങ്ങളുടെ ഇലകളൊക്കെ എന്ത് ചെയ്യും? വെട്ടിയിട്ട് ആ മുകളിലുള്ള ഇലകളെല്ലാം കടഞ്ഞെടുത്ത് അതെല്ലാം തെങ്ങിനൊക്കെ ഇട്ട് കൊടുക്കും. ഇതിനാണ് എന്ത് പറയുന്നത്? പുതയിടൽ എന്ന് പറയുന്നത്. അവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ആ ഒരു ഈർപ്പം നിലനിൽക്കും. അതിനു പുറമെ എന്തുണ്ടാവും? അവിടെ ആ സംഭവങ്ങളൊക്കെ മണ്ണിൽ അലിഞ്ഞു ചേർന്ന് ഒരു നല്ലൊരു ജൈവ വളമായിട്ട് മാറുകയും ചെയ്യും. ഇതിനെയാണ് പുതയിട എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് കോണ്ടൂർ കൃഷി. കോണ്ടൂർ കൃഷി
ഈ കോണ്ടൂർ എന്ന് പറയുന്ന പദം നിങ്ങൾ 10ാം ക്ലാസ്സിലൊക്കെ നിങ്ങൾ ജോഗ്രഫിയിൽ കേട്ടിട്ടുണ്ടാവും. കോണ്ടൂർ രേഖകൾ, അതുമായി ബന്ധപ്പെട്ട സംഭവം തന്നെയാണ് എന്ത് കോണ്ടൂർ കൃഷി എന്ന് പറയുന്നത്. ഈ കോണ്ടൂർ കൃഷി നിങ്ങളുണ്ടല്ലോ, നമ്മുടെ കേരളത്തിന്റെ വിശ്വമനോഹാരിത നിറഞ്ഞു നിൽക്കുന്ന ഇടുക്കിയുടെ മണ്ണിലേക്ക് പോയാൽ നിങ്ങൾക്ക് മൂന്നാറിന്റെ ആ ഒരു തായ്വരകളിലൂടെ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോണ്ടൂർ കൃഷി കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇതാണ് കോണ്ടൂർ കൃഷി എന്ന് പറയുന്നത്. കണ്ടല്ലോ, ഇതാണ് കോണ്ടൂർ കൃഷി. യെസ്, ഓക്കെ. കോണ്ടൂർ കൃഷി, കോണ്ടൂർ കൃഷി എന്ന് പറഞ്ഞാൽ എന്താണ്? സമാന്തരമായി തട്ടുകൾ ഉണ്ടാക്കി കൃഷി നടത്തുന്നു. തട്ടുകൾ ഉണ്ടാക്കി കൃഷി നടത്താം. നിങ്ങൾ മൂന്നാറിൽ പോയി തേയിലത്തോട്ടം നോക്കുമ്പോൾ എന്തായിരിക്കും? അത് തട്ടായിട്ടായിരിക്കും. ഇങ്ങനെ തട്ടായിട്ടായിരിക്കും എന്തുണ്ടാവുക? കൃഷി ഉണ്ടാവും. അവിടെ നോക്ക്, ഓരോ തട്ടായിട്ടാണ് എന്തുള്ളത്? കൃഷികൾ ഉള്ളത്. ഉണ്ടോ? ഈ തേയിലകളൊക്കെ എന്ത് ചെയ്യും? ഇതുപോലെ തട്ടായിട്ടാണ് കൃഷി ചെയ്യുന്നത്. ഇതിനാണ് എന്ത് പറയാ? കോണ്ടൂർ കൃഷി എന്ന് പറയുന്നത്. കോണ്ടൂർ രേഖകൾക്ക് സമാന്തരമായി തട്ടുകൾ ഉണ്ടാക്കി കൃഷി നടത്തുന്നതിനാൽ ഇതിനെ കോണ്ടൂർ കൃഷി എന്ന് വിളിക്കുന്നു. ഇതാണ് കോണ്ടൂർ കൃഷി എന്ന് പറയുന്നത്. തട്ടുകൾ ഉണ്ടാക്കി കൃഷി ചെയ്യുന്നു, അതാണ് എന്ത്? കോണ്ടൂർ കൃഷി. ക്ലിയർ ആണോ? ഈ സ്ലൈഡ് ക്ലിയർ ആണോ? പുതയിടൽ അതുപോലെ കോണ്ടൂർ കൃഷി, 2 പോയിന്റുകൾ ക്ലിയർ ആണോ? യെസ്, ഓക്കെ. ഇനി ഞാൻ എന്ത് ചെയ്യാം? ഈ ഒരു ക്ലാസ്സിന്റെ റെക്കോർഡ് ഗ്രൂപ്പിൽ അയക്കൂട്ടോ. റെക്കോർഡ് ഗ്രൂപ്പിൽ അയക്കാം. അപ്പൊ ഇനി എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് കാണാം. ഓക്കെ. ഇനി അടുത്ത് നമ്മൾ പഠിക്കാനുള്ള ഒരു പോയിന്റ് ആണ് എന്ത്? കാർഷിക വിളകൾ, കാർഷിക വിപ്ലവങ്ങൾ. വളരെ പ്രധാനപ്പെട്ടതാണ്. കാർഷിക വിപ്ലവങ്ങളുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യാറുണ്ട്? ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഓരോ കൃഷി രൂപത്തിലും എന്ത് ചെയ്യാറുണ്ട്? ഓരോ കാർഷികത്തിനും ഓരോ വിപ്ലവങ്ങൾ ഉണ്ട്. നമ്മളെ ഈ ഒരു അടുത്ത് മരണപ്പെട്ട ഒരു സയന്റിസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾക്കറിയോ? നമ്മുടെ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാ അറിയോ? കേഡറ്റ് പരീക്ഷക്കൊക്കെ ചോദിക്കട്ടോ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് അറിയപ്പെടുന്നത് ആരാ? ഗോതമ്പിന്റെ പ്രത്യേക ഇനൊക്കെ ഉണ്ടാക്കിയിരുന്നു. അറിയോ? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. യെസ്, വെരി ഗുഡ്. എം എസ് സ്വാമിനാഥൻ. ഓക്കെ. അദ്ദേഹം എന്തിനായിരുന്നു? ഹരിത വിപ്ലവത്തിന്റെ പിതാവായിരുന്നു. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. നോർമൻ ബോർലോഗ് എന്ന് പറയുന്ന ആളാണ് എന്ത്? ലോകത്തിലെ തന്നെ ഹരിത വിപ്ലവത്തിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. ഇന്ത്യയിലാണെങ്കിൽ എം എസ് സ്വാമിനാഥനാണ്. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞു വെക്കണം. ഇതൊക്കെ നമ്മൾ അധ്യാപകരാകുമ്പോൾ നമ്മളൊരു പരീക്ഷയ്ക്ക് എന്നുള്ളതിലുപരി കുട്ടികൾക്ക് നമ്മൾ അറിവ് പകർന്നു കൊടുക്കാനുള്ളത് കൊണ്ട് ഇതൊക്കെ എന്ത് ചെയ്യണം? നമ്മളെടുത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഇനി പറയുന്നത് എന്താണ്? കാർഷിക വിപ്ലവങ്ങളാണ്. നീല വിപ്ലവം എന്ന് പറഞ്ഞാൽ എന്താ? നീല വിപ്ലവം എന്ന് പറഞ്ഞാൽ മത്സ്യങ്ങൾ, ആൽഗകൾ എന്നിവയുടെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടതാ. നിങ്ങൾക്ക് ഇങ്ങനെ കണക്ട് ചെയ്താൽ മതി. മത്സ്യങ്ങൾ എവിടെയുണ്ടാവുക? നിങ്ങൾ പറ. മത്സ്യങ്ങൾ എവിടെയുണ്ടാവുക? സമുദ്രത്തിലല്ലേ മത്സ്യങ്ങൾ ഉണ്ടാവുക? സമുദ്രത്തിന്റെ കളർ എന്താ? സമുദ്രത്തിന്റെ കളർ നീലയാണല്ലോ. അപ്പൊ നിങ്ങൾക്ക് അവിടെ തന്നെ കിട്ടി നീല വിപ്ലവം. ബ്ലൂ ആണല്ലോ. അപ്പൊ നീല വിപ്ലവം എന്ന് പറഞ്ഞാൽ മത്സ്യങ്ങൾ, ആൽഗകൾ എന്നിവയുടെ ഉൽപാദനം. നിങ്ങൾ ഇങ്ങനെ കണക്ഷൻ കൊടുക്കുക കേട്ടോ. ഓരോ കാര്യങ്ങൾ കണക്ഷൻ കൊടുത്താൽ എന്ത് ചെയ്യും? നമുക്ക് പഠിക്കാൻ ഒരു പ്രയാസം ഉണ്ടായിരിക്കില്ല. അപ്പൊ നീല വിപ്ലവം എന്ന് പറഞ്ഞാൽ മത്സ്യങ്ങൾ, ആൽഗകൾ എന്നിവയുടെ ഉൽപാദനവുമായി ബന്ധപ്പെട്ട വിപ്ലവമാണ് നീല വിപ്ലവം. ഇനി രജത വിപ്ലവം എന്ന് പറഞ്ഞാൽ എന്താ? മുട്ടയുടെ ഉൽപാദനമാണ് രജത വിപ്ലവം. മുട്ടയുടെ ഉൽപാദനം. ഓക്കെ. അടുത്തത് ഹരിത വിപ്ലവം എന്ന് പറഞ്ഞാലോ? ഹരിത വിപ്ലവം ഭക്ഷ്യോൽപാദനം. നിങ്ങൾ ഈ എം എസ് സ്വാമിനാഥൻ ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട് ചെയ്യണം. കാരണം അദ്ദേഹം ഈ അടുത്ത് മരണപ്പെട്ട വ്യക്തി ആയതുകൊണ്ട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരു കറന്റ് അഫയർ ആയിട്ടും എന്ത് ചെയ്യാം? ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഒരു ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത് ആരാണ്? നമ്മുടെ എം എസ് സ്വാമിനാഥനാണ്. ആ പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്തോളൂ. നിങ്ങൾക്ക് എന്തായാലും ധവള വിപ്ലവം. ധവളം എന്ന് പറഞ്ഞാൽ എന്താ? ധവളം എന്ന് പറഞ്ഞാൽ ഏതാ കളറ്? നിങ്ങൾ പറ. ധവള പ്രകാശം എന്നൊക്കെ പറയുമല്ലോ. ധവളം എന്ന് പറഞ്ഞാൽ വൈറ്റ് കളറാ. അപ്പൊ വൈറ്റ് കളറിലുള്ളത് എന്താണ്? മിൽക്കാണ്, പാലാണ്. അപ്പൊ പാലിന്റെ ഉൽപാദനമാണ് എന്ത്? അതാണ് ധവള വിപ്ലവം എന്ന് പറയുന്നത്. ധവള വിപ്ലവം എന്ന് പറഞ്ഞാൽ പാലിന്റെ ഉൽപാദനം. അടുത്തത് ചാര വിപ്ലവം എന്ന് പറഞ്ഞാൽ ഭവന നിർമ്മാണം അല്ലെങ്കിൽ രാസവള ഉൽപാദനം. രാസവളത്തിന്റെ ഉൽപാദനമാണ് എന്ത്? ചാര വിപ്ലവം എന്ന് പറയുന്നത്. അടുത്തത് മഞ്ഞ വിപ്ലവം എന്ന് പറഞ്ഞാൽ എന്താ? എണ്ണക്കുരുക്കളുടെ ഉൽപാദനമാണ് മഞ്ഞ വിപ്ലവം. അത് നിങ്ങൾ എന്ത് ചെയ്യുക? എണ്ണക്കുരുക്കള്, മഞ്ഞ, ഇത് രണ്ടും കൂടെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? മഞ്ഞക്കുരു എന്നാണ് കൂട്ടി വായിച്ചാൽ മതി. മഞ്ഞക്കുരു. നമ്മൾ മഞ്ഞക്കരു എന്ന് പറയാറുള്ളത് എന്തിനാ? നമ്മുടെ
എഗ്ഗിന്റെ ഉള്ളിലുള്ള യെല്ലോ ഉണ്ടാവുമല്ലോ, മുട്ടയുടെ മഞ്ഞ ഉണ്ടാവുമല്ലോ, അതിനാണ് മഞ്ഞക്കരു എന്ന് പറയാറുള്ളത്. മുട്ടയുടെ മഞ്ഞക്കരു. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്താൽ മതി. മഞ്ഞ വിപ്ലവം, എണ്ണക്കരു. ആ മഞ്ഞയും കരുവും കണക്ട് ചെയ്താൽ എന്ത് ചെയ്തു? കിട്ടി. അപ്പൊ മഞ്ഞ വിപ്ലവം എന്ന് പറഞ്ഞാൽ എണ്ണ ഉൽപാദനമാണ്. അടുത്തത് ബ്രൗൺ വിപ്ലവം. ബ്രൗൺ വിപ്ലവം എന്ന് പറഞ്ഞാൽ എന്താ? തുകലിന്റെ ഉൽപാദനം. തുകലിന്റെ ഉൽപാദനമാണ് ബ്രൗൺ വിപ്ലവം എന്ന് പറയുന്നത്. ബ്രൗൺ വിപ്ലവം എന്ന് പറഞ്ഞാൽ തുകലിന്റെ ഉൽപാദനം. അടുത്തത് പിങ്ക് വിപ്ലവം മരുന്നിന്റെ ഉൽപാദനമാണ് കേട്ടോ. പിങ്ക് വിപ്ലവം മരുന്നിന്റെ ഉൽപാദനമാണ് പിങ്ക് വിപ്ലവം എന്ന് പറയുന്നത്. അത് നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. നമ്മൾ ചുമയൊക്കെ ഉണ്ടാകുമ്പോൾ പണ്ടൊക്കെ ഒരു കഫ് സിറപ്പ് കിട്ടാറുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ പോയാൽ ഒരു കഫ് സിറപ്പ് കിട്ടും. അതിന്റെ കളർ ഏകദേശം ഒരു പിങ്ക് കളറായിരിക്കും ഉണ്ടായിരിക്കുക. ഒരു പിങ്ക് കളറിലാണ് കഫ് സിറപ്പ് ഒക്കെ ഉണ്ടാവുക. അപ്പൊ അതെന്താണ്? അങ്ങനെ നിങ്ങൾ ആലോചിച്ചാൽ മതി. പിങ്ക് വിപ്ലവം, മരുന്ന്. ഓക്കെ, മരുന്നിന്റെ ഉൽപാദനം പിങ്ക് വിപ്ലവം എന്നറിയപ്പെടുന്നു. ഇനി അടുത്തത് കറുത്ത വിപ്ലവം. കറുത്ത വിപ്ലവം എന്താണ്? പെട്രോളിയം ആണ് കേട്ടോ. പെട്രോളിയം യഥാർത്ഥത്തിൽ എന്താണ്? കറുത്ത കളറിലാണ്. അറിയോ? പെട്രോളിയം എന്ന് പറയുന്നത് കറുത്ത കളറിലാണ്. അത് പിന്നെ പ്യൂരിഫൈ ചെയ്ത് വിവിധ പ്രോസസ്സുകളിലൂടെ കടത്തി വിടുമ്പോഴാണ് പെട്രോളിന് പ്രത്യേക കളറും ഡീസലിന് പ്രത്യേക കളറും മണ്ണെണ്ണക്ക് പ്രത്യേക കളറൊക്കെ കിട്ടുന്നത്. യഥാർത്ഥത്തിൽ പെട്രോളിയം എന്ന് പറയുന്നത് എന്താണ്? ബ്ലാക്ക് കളറിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ അത് അവിടെ കിട്ടും. കറുത്ത വിപ്ലവം എന്ന് പറഞ്ഞാൽ പെട്രോളിയം ഉൽപ്പന്നം. കറുത്ത വിപ്ലവം കണ്ട് നിങ്ങൾ കുരുമുളകിന്റെ ഉൽപാദനം എന്നൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഓപ്ഷനിൽ ചിലപ്പോൾ ഓപ്ഷൻ എ ആയിട്ട് തന്നെ കൊടുക്കുക കുരുമുളകിന്റെ ഉൽപാദനമായിരിക്കും. എങ്ങനെയെങ്കിലും നമ്മുടെ മാർക്ക് കളയാന്നുള്ളതായിരിക്കും അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് കറുത്ത വിപ്ലവം എന്താണ്? പെട്രോളിയം ആണ്. ഓക്കെ, അടുത്തത് ചുവപ്പ് വിപ്ലവം സിമ്പിൾ ആണ്. ഇതൊക്കെ ഉണ്ടല്ലോ, പേരിൽ തന്നെ ഉണ്ട് എന്താണ് സംഭവം എന്നുള്ളത്. ചുവപ്പ് കളറിലായിരിക്കും എന്തുണ്ടാവുക? മാംസം ഉണ്ടായിരിക്കും അല്ലെ. മാംസവും തക്കാളിക്ക് എന്താണ്? ചുവപ്പ് കളറിലാണ്. മാംസവും തക്കാളിയും ചുവപ്പ് കളറിലാണ്. അതിനെ ചുവപ്പ് വിപ്ലവം എന്ന് പറയും. ചുവപ്പ് വിപ്ലവം, മാംസവും തക്കാളിയും. അടുത്തത് മഴവിൽ വിപ്ലവം. എന്താണ് മഴവിൽ വിപ്ലവം? മഴവിൽ വിപ്ലവം എന്ന് പറഞ്ഞാല് നമ്മൾ പറഞ്ഞ എല്ലാ കളറുകളും വന്നു അല്ലെ. എല്ലാ കളറുകളും വന്നു എന്ന് പറഞ്ഞാൽ എന്താ? കാർഷിക മേഖലയിലുള്ള മൊത്തത്തിലുള്ള ഉൽപാദനത്തിനെയാണ് എന്ന് പറയുന്നത് മഴവിൽ വിപ്ലവം. അഥവാ ഈ ഓരോ മേഖലകളുണ്ടല്ലോ, അതെല്ലാം കൂടെ മൊത്തത്തിൽ നമ്മളെ പറയുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? മഴവിൽ വിപ്ലവം എന്ന് പറയും. കാർഷിക മേഖലയിലെ മൊത്തത്തിലുള്ള ഉൽപാദനമാണ് എന്ത്? നമ്മുടെ ഈ ഒരു മഴവിൽ വിപ്ലവം എന്ന് പറയുന്നത്. ഇത്രയും വിപ്ലവങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കൃഷി എന്ന് പറയുന്ന ടോപ്പിക് പഠിക്കുമ്പോൾ നിങ്ങൾ വിസ്മരിച്ചു പോവാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് തന്നെയാണ്. ക്ലിയർ ആണോ? എല്ലാം നോട്ട് ചെയ്തോ? ഞാൻ ഇങ്ങനെയുള്ള കണക്ഷൻസ് ഒക്കെ പറയുന്നത് യൂസ്ഫുൾ ആവുന്നുണ്ടോ? നിങ്ങളൊന്ന് പറ. യെസ്, മഴവിൽ എന്ന് പറയുമ്പോൾ എല്ലാ കളറും ഉണ്ട്, അത് കൊടുത്താൽ മതി. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കണക്ഷൻസ് ഒക്കെ പറയുമ്പോൾ അതെങ്ങനെയുണ്ട്? യൂസ്ഫുൾ ആണോ? യെസ്. അപ്പോ നിങ്ങളും പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഇതുപോലെ ചെറിയ ചെറിയ കണക്ഷൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? കൺഫ്യൂഷൻ ഉള്ളത്, ഇതിപ്പോ ഒരുപാട് വിപ്ലവങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇത്തരത്തിലുള്ള കണക്ഷൻ കൊടുക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് മാറും. എത്ര കാണാപാഠം പഠിച്ചാലും എന്ത് ചെയ്യും? നമുക്ക് മാറും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത സ്ലൈഡിലേക്ക് പോവാം. നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മൾ ക്ലാസ് വൈകാതെ വൈൻഡപ്പ് ചെയ്യും. നിങ്ങൾ ഈ ഒരു ഭാഗം കൂടെ കേട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ പോവുക. നിങ്ങൾക്ക് ഒരു ഫ്രീ ക്ലാസ് എന്നുള്ളത് ഒരു അരമണിക്കൂർ തന്നിട്ട് എന്ത് ചെയ്യാം? എനിക്ക് അവസാനിപ്പിക്കാം. പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടട്ടെ, നിങ്ങൾക്ക് ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ടാവട്ടെ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ക്ലാസ് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ആ ഒരു കഴിയുന്നത് വരെ നിങ്ങൾ ലൈവിൽ നിങ്ങൾ തുടരുക. നിങ്ങൾക്ക് തുടരാൻ പ്രയാസമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ അവസ്ഥ ആലോചിച്ചു. ഇത്രയും നേരം നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്ട്രെസ് ഇട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടണം എന്നുള്ള ഒരേ ഒരു ഉദ്ദേശത്തിലാണ്. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് സമയം കൂടെ എന്ത് ചെയ്യുക? ലൈവിൽ നിങ്ങൾ തുടരുക. ഇനി നമ്മൾ പറയുന്നത് കേരളത്തിലെ ഗവേഷണ കേന്ദ്രങ്ങളാണ്. പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഗവേഷണ കേന്ദ്രങ്ങൾ. PSC പരീക്ഷയ്ക്കൊക്കെ സ്ഥിരം ചോദ്യമാണ് കേട്ടോ. കേട്ടൽ പരീക്ഷയ്ക്ക് എന്ത് ചെയ്യും? ചോദിക്കാറുണ്ട്. PSCയുടെ സ്ഥിരം ചോദ്യമാണ്. LGSന്റെയും LDCയുടെ ഒക്കെ സ്ഥിരം ചോദ്യമാണ്. കാരണം SCERT എന്ത് ചെയ്തിട്ടുണ്ട്? ടേബിൾ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആണ്. കൃഷിയുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ നമ്മൾ എന്തായാലും പഠിക്കണം. ഇതിൽ നിങ്ങൾ എല്ലാം പഠിക്കേണ്ട. ഇത് പഠിക്കേണ്ടത് എന്ത് ചെയ്യും? ഞാൻ ടിക്ക് ഇട്ടുതരും. അത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ പഠിക്കുക. SCERTയിലുള്ളത് എന്ത് ചെയ്യുക? നമ്മൾ പഠിക്കുക. അവിടെ SCERTയിൽ നിന്നാണ് ചോദിക്കാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു മേഖല നിങ്ങൾ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കാസർഗോഡാണ്. തോട്ടവിള. ഓക്കെ, തോട്ടവിള കാസർഗോഡാണ്. ഈ കുടില്ലൂർ എന്നുള്ളത് നിങ്ങൾ പഠിക്കണമെന്നില്ല. കാരണം SCERTയിൽ കുടില്ലൂർ എന്നുള്ളത് എടുത്തു പറയുന്നില്ല, പക്ഷെ കാസർഗോഡ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? കുടില്ലൂർ എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർത്തു വെക്കാം. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡാണ്. കേന്ദ്ര
തോട്ട വിള ഗവേഷണ കേന്ദ്രം കാസർഗോഡാണ്. അടുത്തത് സെൻട്രൽ ട്യൂബർ റിസർച്ച്, കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം. കിഴങ്ങ് ഗവേഷണ കേന്ദ്രം എവിടെയാ? ശ്രീകാര്യമാണ് കേട്ടോ, തിരുവനന്തപുരത്തെ ശ്രീകാര്യം. ഇത് ശ്രീകാര്യം നിങ്ങൾ പഠിക്കണം, SCRT കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കേന്ദ്ര കിഴങ്ങ് ഗവേഷണ കേന്ദ്രം ട്യൂബർ റിസർച്ച് എവിടെയാണ്? അത് ശ്രീകാര്യമാണ്. ഓക്കെ, അടുത്തത് നിങ്ങൾ പഠിക്കേണ്ടത് ഏതാണ്? അടുത്തത് നിങ്ങൾ പഠിക്കേണ്ടത് ഇത് നിങ്ങൾ പഠിക്കണം. ഇത് SCRT ഇല്ല, പക്ഷെ നാം പറഞ്ഞ പോലെ ഇതൊരു കറന്റ് അഫയർ ആണ്. MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ എവിടെയാ? MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ കൽപ്പറ്റയാണ്. MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ കൽപ്പറ്റയാണ്. അത് നിങ്ങൾ പഠിക്കുക. അപ്പൊ കേന്ദ്ര തോട്ട വിള ഗവേഷണ കേന്ദ്രം എവിടെയാ? കാസർഗോഡാണ്. കേന്ദ്ര കിഴങ്ങ് ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം, തിരുവനന്തപുരം ജില്ലയിലാണ്. അതുപോലെ MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ എവിടെയാ? കൽപ്പറ്റയാണ്. ഇനി അടുത്തത് പറയുന്നത് ഇതെന്റെ നാടാട്ടോ, എന്റെ ജന്മനാടാണ്. കശുവണ്ടി ഗവേഷണ കേന്ദ്രം, അത് പഠിക്കൊന്നും വേണ്ട. അടുത്തത് പഠിക്കണ ഇമ്പോർട്ടന്റ് ആണ്. കുരുമുളക് ഗവേഷണ കേന്ദ്രം. കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെയാ? പന്നിയൂർ കേട്ടോ, പന്നിയൂരാണ്. കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂരാണ്, കണ്ണൂർ ജില്ലയിലാണ് പന്നിയൂർ. കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂര്. അടുത്തത് കാപ്പി ഗവേഷണ കേന്ദ്രം. പഠിക്കാൻ എളുപ്പമാണ്, ഞാൻ കോഡ് പറഞ്ഞുതരാം. നമ്മൾ കാപ്പി എവിടെ വെക്കുക? നമ്മൾ നല്ലൊരു കപ്പും സോസറൊക്കെ എടുത്ത് കാപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ എവിടെ വെക്കുക? നമ്മൾ ചുണ്ടിലല്ലേ കാപ്പി വെക്കുക? ചുണ്ടിൽ പോയിട്ട് എന്ത് ചെയ്യും? നമ്മളെ കപ്പ് വെക്കും. അത് നിങ്ങൾ അവിടെ കണക്ട് ചെയ്താൽ മതി. കാപ്പി ഗവേഷണ കേന്ദ്രം ചുണ്ടേൽ വയനാടിലെ ചുണ്ടേലാണ് കേട്ടോ. കാപ്പി വെക്കുന്നത് ചുണ്ടിലാണ്. ഒരു കണക്ഷൻ കിട്ടിയില്ലേ? അതൊക്കെ എന്ത് ചെയ്യും? നിങ്ങൾ മറക്കില്ല അങ്ങനത്തെ കണക്ഷൻ കിട്ടാല്. കാപ്പി വെക്കുന്നത് ചുണ്ടിലാണ്, കാപ്പി ഗവേഷണ കേന്ദ്രം ചുണ്ടേൽ വയനാടിലാണ്. ഓക്കെ, അടുത്തത് നിങ്ങൾ പഠിക്കേണ്ടത് ഏതാണ്? അടുത്തത് പഠിക്കാനുള്ളത് ബാംബു കോർപ്പറേഷൻ എവിടെയാ? ബാംബു കോർപ്പറേഷൻ അങ്കമാലിയാണ്, എറണാകുളം ജില്ലയിലെ അങ്കമാലിയാണ് ബാംബു കോർപ്പറേഷൻ. നെല്ല് ഇമ്പോർട്ടന്റ് ആയിട്ടും ഞാൻ പറയാത്തതിന്റെ കാരണം എന്താ അറിയോ? നെല്ലിന്റെ ഗവേഷണ കേന്ദ്രം 3-4 സ്ഥലങ്ങളിൽ നെല്ലിന്റെ ഗവേഷണ കേന്ദ്രങ്ങളുണ്ട്. അതുകൊണ്ട് അത് ചോദിക്കാൻ സാധ്യത കുറവാണ്. വൈറ്റില, കായംകുളം, പട്ടാമ്പി, മാങ്കൊമ്പ്, ഇങ്ങനെ 4 സ്ഥലങ്ങളിൽ എന്തുണ്ട്? നെല്ലിൻ്റെതുണ്ട്. അതിന് പുറമെ ചെറിയ ചെറിയ ഗവേഷണ കേന്ദ്രങ്ങൾ വേറെയും ഉണ്ട്. ഒരു അനൗദ്യോഗികമായിട്ടുള്ള ചെറിയ ഗവേഷണ കേന്ദ്രങ്ങൾ വേറെയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നെല്ല് പറയാത്തത്, കാരണം ഒരുപാട് ഗവേഷണ കേന്ദ്രങ്ങൾ ഉണ്ട്. അപ്പൊ അതിന് ടിക്ക് ചെയ്തിട്ടുള്ളത് നിങ്ങൾ പഠിക്കുക. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കുടില്ലൂർ, കാസർഗോഡ്. കേന്ദ്ര കിഴങ്ങ് ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം, തിരുവനന്തപുരം. അടുത്തത് MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ കൽപ്പറ്റ, വയനാട്. അടുത്തത് കുരുമുളക് ഗവേഷണം പന്നിയൂരാണ്, കണ്ണൂർ ജില്ലയില്. കാപ്പി നമ്മൾ വെക്കുന്നത് ചുണ്ടിലാണ്, ചുണ്ടേൽ, വയനാട്. അടുത്തത് ബാംബു കോർപ്പറേഷൻ എവിടെയാ? എറണാകുളം ജില്ലയിലെ അങ്കമാലിയിലാണ് ബാംബു കോർപ്പറേഷൻ വരുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പഠിക്കണം. പിന്നെ നമ്മളെ നേരത്തെ പറഞ്ഞ ആ ഒരു കേട്ടറ്റ് ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ വൈകാതെ നിങ്ങൾ മെസ്സേജ് ചെയ്യുക. 85 90 672 089. ഈ ഒരു നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ രീതിയിൽ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള മുഴുവൻ ക്ലാസ്സുകളും, അതിന് പുറമെ നിങ്ങൾക്ക് എന്ത് കിട്ടും? അതിന് പുറമെ നിങ്ങൾക്ക് ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന്റെ കൂടെ നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് താല്പര്യമുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനോ അല്ലെങ്കിൽ വിളിക്കാനോ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മൾ ഈ ഒരു ക്ലാസ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇതുപോലെ സംഘടിപ്പിച്ച് തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? സംഘടിപ്പിച്ച് നൽകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു കമന്റ് ആയിട്ട് നിങ്ങൾ ഒരു സപ്പോർട്ട് നൽകുക. അതായത് നമ്മൾ ഈ ഒരു ക്ലാസ് കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഒരു സ്ലൈഡ് കൂടെ പറയാനുണ്ട്. നമ്മൾ ഈ ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ റെക്കോർഡ് വീഡിയോ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. ഈ ക്ലാസ്സിന്റെ റെക്കോർഡ് വീഡിയോ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. അപ്പൊ നിങ്ങൾ ഈ ഒരു ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് മെച്ചം ഉണ്ടായിട്ടുണ്ടോ, ഇനി ക്ലാസ്സുകൾ വേണോ എന്നുള്ളതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ആ വീഡിയോയുടെ കമന്റിൽ പോയിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക. അഥവാ യൂട്യൂബിന്റെ ലിങ്ക് ആയിരിക്കും ഞാൻ ഗ്രൂപ്പിൽ ഇട്ടുതരാം. നിങ്ങൾ അങ്ങനെ കമന്റ് ചെയ്യുക. എന്നാലാണ് നമ്മൾ ഇനിയും ഇതുപോലെയുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിക്കുക. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കമന്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കമന്റ് ആയിട്ട് ഇടണം. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ പറയുന്നു, ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബാച്ചിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് മാറാൻ വേണ്ടി പറ്റും. 8590672089. ഓക്കെ, ഇനി അടുത്തത് അവസാനമായിട്ട് നമ്മൾ പഠിക്കാനുള്ള ഒരു സ്ലൈഡാണ് കാർഷിക പഠന ശാഖകൾ. ഞാൻ എന്ത് ചെയ്യാം? പെട്ടെന്ന് ഓടിച്ചിട്ട് പറയാം കേട്ടോ, സമയം അത്യാവശ്യമായിട്ടുണ്ട്. കാർഷിക പഠന ശാഖകൾ.
ഏതൊക്കെയാണ് കാർഷിക പഠന ശാഖകൾ? നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നോക്കാം. ആദ്യം പറയുന്നത് ഒലേറി കൾച്ചർ. എന്താണ് ഒലേറി കൾച്ചർ എന്ന് പറഞ്ഞാൽ? പച്ചക്കറി കൃഷിയുള്ള ശാസ്ത്രീയ പഠനമാണ് ഒലേറി കൾച്ചർ എന്ന് പറയുന്നത്. ഒലേറി കൾച്ചർ എന്ന് പറഞ്ഞാൽ പച്ചക്കറി കൃഷിയെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം, ഒലേറി കൾച്ചർ. ഇനി ക്യൂണി കൾച്ചർ. ക്യൂണി കൾച്ചർ അത് സിമ്പിൾ ആണ്, മുയലിനെ കുറിച്ചുള്ളതാണ്. നിങ്ങൾ മുയലിനെ കണ്ടിട്ടുണ്ടോ? മുയലിനെ കാണാൻ നല്ല ക്യൂട്ടല്ലേ, അല്ലെ? മുയലിനെ കാണാൻ നല്ല ക്യൂട്ടാണ്. എല്ലാവർക്കും അതിനെ കാണുമ്പോൾ എന്ത് ചെയ്യും? ഒന്ന് കയ്യിലെടുക്കാനും അതിനൊന്ന് പിടിച്ച് കിളുമ്പാനൊക്കെ ഉള്ള ഒരു തോന്നലുണ്ടാവും. കാരണം അതിന് കാണാൻ നല്ല ക്യൂട്ടാണ്. അപ്പൊ ക്യൂണി കൾച്ചർ, മുയൽ ക്യൂട്ടാണല്ലോ, അതുകൊണ്ട് മുയലിനെ കുറിച്ചുള്ള പഠനം ക്യൂണി കൾച്ചർ. ക്യൂണി ക്യൂട്ട് അവിടെ തന്നെ ഉണ്ട് അല്ലെ? ക്യൂണി ക്യൂട്ട് നമുക്ക് വേണ്ടി പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി പേരിട്ട പോലെയാ ക്യൂണി കൾച്ചർ. ക്യൂട്ടി കൾച്ചർ എന്ന് പഠിച്ചാലും മതി. മുയൽ എന്താണ്? ക്യൂട്ടാണ്. ക്യൂണി കൾച്ചർ. അടുത്തത് പഴം, പച്ചക്കറി എന്നിവയെ കുറിച്ചുള്ള പഠനമാണ് ഹോർട്ടികൾച്ചർ. നമ്മൾ ആദ്യം പറഞ്ഞത് പച്ചക്കറി കൃഷി മാത്രമായിരുന്നു. പച്ചക്കറി കൃഷി മാത്രമാണെങ്കിൽ ഒലേറി കൾച്ചർ എന്ന് പറഞ്ഞു. എന്നാൽ പഴം, പച്ചക്കറി ഉണ്ടെങ്കിൽ അതിനെ എന്ത് പറയും? ഹോർട്ടികൾച്ചർ എന്ന് പറയും. ഇമ്പോർട്ടന്റ് ആണ്, ഹോർട്ടികൾച്ചർ എന്ന് പറയും. അടുത്തതാണ് വേമി കൾച്ചർ. വേമി കൾച്ചർ ആ പേരിൽ തന്നെയുണ്ട്. എർത്ത്വേം എന്ന് പറഞ്ഞാൽ എന്താ? എർത്ത്വേം, മണ്ണിര അല്ലെ? ആ വേം പറഞ്ഞാൽ എന്താ? മണ്ണിര. അപ്പൊ ആ പേരിൽ തന്നെയുണ്ട്. വേമി കൾച്ചർ എന്ന് പറഞ്ഞാൽ മണ്ണിര കൃഷിയെ കുറിച്ചുള്ള പഠനമാണ് വേമി കൾച്ചർ എന്ന് പറയുന്നത്. വേമി കൾച്ചർ എന്ന് പറഞ്ഞാൽ മണ്ണിര കൃഷിയെ കുറിച്ചുള്ള പഠനമാണ്. ഓക്കെ. അടുത്തത് വിറ്റി കൾച്ചർ. വിറ്റി വിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? വിറ്റി എന്ന് പറഞ്ഞാൽ നമ്മള് മുന്തിരി കൃഷിയെ കുറിച്ചുള്ള പഠനമാണ് വിറ്റി കൾച്ചർ എന്ന് പറയുന്നത്. വിറ്റി കൾച്ചർ മുന്തിരി കൃഷിയെ കുറിച്ചുള്ള പഠനം. വിറ്റി കൾച്ചർ മുന്തിരി കൃഷിയെ കുറിച്ചുള്ള പഠനമാണ്. അടുത്തത് സെറി കൾച്ചർ. സെറി കൾച്ചർ എന്ന് പറഞ്ഞാലോ പട്ടുനൂൽ കൃഷിയെ കുറിച്ചുള്ള പഠനമാണ് സെറി കൾച്ചർ. പട്ടുനൂൽ കൃഷിയെ കുറിച്ചുള്ള പഠനമാണ് സെറി കൾച്ചർ എന്ന് പറയുന്നത്. പട്ടുനൂൽ കൃഷി. ഓക്കെ, പട്ടുനൂൽ കൃഷിയാണ് സെറി കൾച്ചർ. അടുത്തത് എപ്പി കൾച്ചർ. എപ്പി കൾച്ചർ. എപ്പി കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെപ്പോഴും കേൾക്കുന്നതാണ് തേനീച്ചയെ കുറിച്ചുള്ള പഠനം. തേനീച്ച കൃഷി. തേനീച്ച കൃഷിയെ കുറിച്ചുള്ള പഠനമാണ് എപ്പി കൾച്ചർ എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. ഇതൊക്കെ SCERT പോയിന്റുകളാട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്, ഒന്നും വിട്ടുപോകാൻ പാടില്ല. ക്യൂണി കൾച്ചർ, ഹോർട്ടികൾച്ചർ, വേമി കൾച്ചർ, വിറ്റി കൾച്ചർ, സെറി കൾച്ചർ, എപ്പി കൾച്ചർ, ഇതൊക്കെ എന്ത് ചെയ്യണം? നിങ്ങൾ പഠിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ലൈഡാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഞാൻ ഇവിടെ സ്റ്റാർ ഇട്ടിട്ടുള്ളത് ഉണ്ടല്ലോ, അതാണ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഒലേറി കൾച്ചർ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട, എന്നാലും നിങ്ങൾ എഴുതിയെടുത്തോ. ബാക്കിയുള്ളത് SCERT പോയിന്റുകളാണ്. SCERT പോയിന്റുകൾ നമ്മൾ ഒരിക്കലും വിട്ടുപോകാൻ പാടില്ല. ഓക്കെ. അപ്പോ ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ഈ ഒരു ബാച്ചിൽ നമ്മുടെ ക്ലാസ്സുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? തുടങ്ങിയിട്ടുണ്ട്. അപ്പോ കഴിഞ്ഞു പോയ ക്ലാസ്സുകൾ നിങ്ങൾക്ക് റെക്കോർഡായിട്ട് കിട്ടും. ഇനിയുള്ള ക്ലാസ്സുകൾ മുതൽ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ പഠിക്കാനും പങ്കെടുക്കാനും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇന്ന് തന്നെ നിങ്ങൾ മെസ്സേജ് അയക്കുക. 85 90 672 089 എന്ന് പറയുന്ന നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ മെസ്സേജ് അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ. ഇനി ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് ക്ലാസ് എത്രത്തോളം യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ ഈ ഒരു ക്ലാസ്സിന്റെ റെക്കോർഡ് വീഡിയോ ഗ്രൂപ്പിൽ അയക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ലൈവിൽ ആരൊക്കെ ഉണ്ടോ കേൾക്കുന്നവർ അവരെല്ലാം കമന്റ് ആയിട്ട് ഇടണം. അപ്പൊ അത്രയും കമന്റുകൾ കണ്ടാൽ മാത്രമേ ഇനിയും നമ്മൾ ഇതുപോലെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണ്ടി കണ്ടക്ട് ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, ഇങ്ങനെ ഒരു ക്ലാസ് സംഘടിപ്പിക്കണമെങ്കിൽ എത്ര എഫേർട്ട് ഉണ്ടായിരിക്കും. കാരണം ഈ ഒരു രീതിയിൽ നമ്മൾ സ്ലൈഡ് ഉണ്ടാക്കണമെങ്കിൽ നല്ല എഫേർട്ട് അതിന് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഒരു പിന്തുണ എന്നുള്ള രീതിയിൽ നിങ്ങളൊരു കമന്റ് ആയിട്ടെങ്കിലും നിങ്ങൾ അറിയിക്കുകയാണെങ്കിൽ ഒരുപാട് സന്തോഷമായിരിക്കും, നമുക്കൊരു പ്രചോദനമായിരിക്കും. ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പൊ ഏതായാലും ക്ലാസ് ശ്രമിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഓക്കെ, താങ്ക് യു, ഗുഡ് നൈറ്റ്.